ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഭൂപാതാള ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭൂപാതാള ആദ്യത്തെ ശ്ലോകത്തില് പാതാളത്തെ കുറിച്ച്, അതുപോലെ ഭൂമി, പാതാളം, കക്കുപ്പ് എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ 4 വശങ്ങൾ, പിന്നെ വ്യോമം എന്ന് പറയുമ്പോൾ ആകാശം, അതുപോലെ ഗ്രഹങ്ങള്, നക്ഷത്രങ്ങള്, പിന്നെ ഭൂപൃഥ എന്ന് പറഞ്ഞാൽ കുന്നുകള്, സരിത്ത് നദി, സമുദ്രം, അതുപോലെ ദ്വീപുകള്, അങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള വിഭിന്ന പ്രകൃതിയുടെ ഭാഗങ്ങൾ അല്ലെ. ഇതിന്റെ എല്ലാറ്റിന്റെയും ആവിർഭാവം എങ്ങനെയാണ്, അവിടെ നിവസിക്കുന്നവരെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ, അവരെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അതേക്കുറിച്ച് വിശദമായിട്ട് ചോദിക്കുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് വേറൊന്നും നമുക്ക് പറയാനില്ല. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം പരീക്ഷിത മഹാരാജാവ് ചോദിച്ചു എന്നുള്ളത് മാത്രമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതേക്കുറിച്ചൊക്കെ അറിയുന്നത് ഇതിന്റെ എല്ലാറ്റിന്റെയും അടുത്ത ചോദ്യത്തില് 16-ാമത്തെ ശ്ലോകം പറയുന്നത് പ്രമാണം അണ്ടകോശം, ബ്രഹ്മാണ്ടങ്ങൾ, അതാണ് അണ്ടം എന്നിവിടെ പറയുന്നത്. ബ്രഹ്മാണ്ടങ്ങള് പ്രപഞ്ചത്തിന്റെ, അതുപോലെ അതിന്റെ ബാഹ്യമായിട്ടും ആഭ്യന്തരമായിട്ടും, ഉള്ളിലുള്ളത് ആകാശം, പുറമേ ഉള്ള ആകാശം, ഇതിന്റെ എല്ലാം വലിപ്പം എത്രയാണ്, വിസ്തൃതിയും വലിപ്പവും എങ്ങനെയാണ്, ഇതൊക്കെ തമ്മിലുള്ള ഭേദങ്ങൾ എന്തൊക്കെയാണ്, വ്യത്യാസങ്ങൾ എന്താണ്, പിന്നെ അവിടെയെല്ലാം താമസിക്കുന്ന മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ, മഹാത്മാക്കൾ എന്ന് പറയുമ്പോൾ മഹാജനങ്ങൾ 12 പേരുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ മഹാത്മാക്കളായിട്ടുള്ള ഭക്തന്മാരുണ്ട്. അവരുടെ എല്ലാവരുടെയും സവിശേഷങ്ങള്, സ്വഭാവങ്ങള്, ഇതൊക്കെയാണ് ശാസ്ത്രം ഫോളോ ചെയ്ത് വന്നവരെ കുറിച്ചും ഒക്കെ പറയാനാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് അറിയുന്നത് എന്ന് വെച്ചാല് ഐശ്വര്യഭക്തിയിലൂടെ പോകുന്ന വ്യക്തികളുണ്ട്. ഐശ്വര്യഭക്തി, വൈകുണ്ഠത്തെ കുറിച്ച് കൂടുതൽ അറിയുക. അപ്പോൾ ഏകദേശം അതിന്റെ ഒരു റിഫ്ലക്ഷൻ, ഒരു പ്രതിബിംബമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത് എന്നുള്ളത് വെച്ചിട്ട് അവർക്ക് കുറേയൊക്കെ ഏറെക്കുറെ അതേക്കുറിച്ച് അറിയാൻ കഴിയും. അപ്പോൾ ഐശ്വര്യഭക്തിയിൽ പോകുന്നവർക്ക് ഇനി ഭഗവാന്റെ ധാമം എത്രത്തോളം വലുതായിരിക്കും എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ എത്രയോ മടങ്ങായിരിക്കാം, ഇതിനേക്കാൾ എത്രയോ നന്നായിരിക്കും അവിടെ വൈകുണ്ഠത്തില്, എന്തെല്ലാം ഫെസിലിറ്റീസ് കൂടുതലുണ്ടാവും, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഐശ്വര്യഭക്തിയെ കുറിച്ച് അങ്ങനെ അതില് മുക്തരായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ പരീക്ഷിത് മഹാരാജാവ് ഒരു ഉപകരണം മാത്രമാണ്. മറ്റുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത ആയാലും അല്ലെങ്കിൽ ഭാഗവതമായാലും ഇത് വച്ചിരിക്കുന്നത് അല്ലേ, നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഐശ്വര്യഭക്തിയിലൂടെ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇത് 5th കാൻഡോയിലാണ് ഇതിന്റെ ആൻസർ വരുന്നത്. നമ്മളിനി 3rd കാൻഡോ കഴിയണം, 4th കാൻഡോ കഴിയണം അല്ലെ, അപ്പോഴേക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മറന്നു ഭൂമിക്കാറും. ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ വരുന്നത് എവിടെയാണ്, 5th കാൻഡോയിലാണ് ഓരോ ഗ്രഹ സമൂഹങ്ങളെ കുറിച്ചും ജംബുദ്വീപത്തെ കുറിച്ചും അങ്ങനെ ദ്വീപുകളും എല്ലാറ്റിനെ കുറിച്ച്, സ്ഥാനത്തെ കുറിച്ച് വർണ്ണിക്കുന്നത്. ഇനി നമ്മള് 2.10.1 എത്തുമ്പോഴേക്കും, ഇപ്പൊ നമ്മൾ 8ാമത്തെ അധ്യായത്തേ ഉള്ളൂ. 2.10.1 ആ ഒരു ശ്ലോകയിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് 10 സബ്ജക്ട് മാറ്റേഴ്സ് ഭഗവാൻ പറയുന്നത്, 10 വിഷയങ്ങൾ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന 10 വിഷയങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ അതിൽ വരുന്ന അഞ്ചാമത്തെ കാൻഡോയില് സ്ഥാനമാണ് പറയുന്നത്. അപ്പൊ ആ സ്ഥാനത്തെ കുറിച്ചുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത പാർട്ട് ചോദിക്കുന്നത് വർണ്ണാശ്രമ വിനിശ്ചയ, വർണ്ണങ്ങള്, അതുപോലെ ആശ്രമങ്ങള്, നമുക്കറിയാം അല്ലെ, 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളെ കുറിച്ച് അറിയാം. അപ്പൊ ഇവയും അവയുടെ ജീവിതക്രമങ്ങൾ, ഈ അവിടെയുള്ള വർണ്ണവും ആശ്രമവും എന്ന് പറയുമ്പോൾ അവിടെ ജീവജാലങ്ങൾ ഉണ്ടാവും, ജീവജാലങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് വർണ്ണവും ആശ്രമവും. അപ്പൊ അവരുടെ ജീവിതചര്യകൾ എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ തപശ്ചര്യകൾ എങ്ങനെയൊക്കെയാണ്, അതേക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാനാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാല് കുറേയധികം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വിശ്വനാഥ ചക്രവർത്തി ടാക്കൂർ പറയുന്നത് പ്യൂർ ഡിവോട്ടീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറെയൊക്കെ മിക്സ് ഡിവോട്ടീസ്, കർമ്മവും ഗൃഹസ്ഥ ആശ്രമികളാണെന്ന് വിചാരിക്കുക. വർണ്ണത്തെക്കുറിച്ചും ആശ്രമത്തെക്കുറിച്ചും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാല് ഗൃഹസ്ഥ ആശ്രമികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ജ്ഞാനികൾ എങ്ങനെയാണ്, അങ്ങനെ ഓരോ ആശ്രമത്തിലുള്ളവര് ബ്രഹ്മചാരികൾ എങ്ങനെയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് അവരെ ഫോളോ ചെയ്യാനായിട്ട് പറ്റും, ഭക്തിയുത സേവനം അനുഷ്ഠിക്കാനായിട്ട് പറ്റും. അപ്പൊ മിശ്രഭക്തിയിലുള്ളവര് കർമ്മവും
ഗൃഹത്തിലെ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഭഗവാന് ഭക്തിയുടെ സേവനവും ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം വർണ്ണിക്കാൻ പോകുന്നത്. അത് ഏകദേശം 7th കാൻഡോയിലാണ് വരുന്നത്. മഹാത്മാനാം ചരിതം എന്ന് പറയുമ്പോൾ ഒട്ടുമിക്കതും ഭാഗവതം ഒഴുക്കെ പറയുന്ന ആരെ കുറിച്ചാണ്? മഹാത്മാക്കളെ കുറിച്ച് തന്നെയാണ് അല്ലെ. പ്രഹ്ലാദ മഹാരാജ, അതുപോലെ ധ്രുവ മഹാരാജ, അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. 4th കാൻഡോയില് പ്രഹ്ലാദ മഹാരാജനെ കുറിച്ച് വരുന്നുണ്ട്. പ്രഹ്ലാദ ധ്രുവ. 4ാമത്തെ കാൻഡോയില് ധ്രുവ മഹാരാജ വരുന്നുണ്ട്. പിന്നീട് 7th കാൻഡോയില് പ്രഹ്ലാദ മഹാരാജിനെ കുറിച്ച് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മഹാത്മാക്കളുടെ ചരിതമാണ്. അപ്പോ അതെല്ലാം ഇങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് ഉടനീളമായിട്ടുള്ള മറുപടി ആയിട്ടാണ് ഇനി അങ്ങോട്ട് ഭാഗവതത്തിലെ പല പല സ്കന്ധങ്ങള് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇനി സംശയം ഉണ്ടെങ്കിൽ ചോദിക്കയില്ലേ, ശ്ലോകം ചൊല്ലാം. ഹരേ കൃഷ്ണ. ശ്ലോകം ചൊല്ലാം. ബിന്ദുസ് മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. ഭൂപാതളകുഭ്യോമാ ഗ്രഹനക്ഷത്ര ഭൂഭൃതാം സരിത്സമുദ്രദീപാനാം സംഭവച്ചൈതദോകസാം. ശ്ലോകം 16. പ്രമാണമണ്ഡകോശസ്യ ബാഹ്യഭ്യന്തരഭേദതഃ മഹദാം ചാനുചരിതം വർണ്ണാശ്രമവിനിശ്ചയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശാന്തി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൂപാതാളകഗുപ്യാമാ ഗ്രഹനക്ഷത്രഭൂഭൃതാം സരിത്സമുദ്രദ്വീപാനാം സംഭവശ്ച ഏതദോകസാം. പ്രമാണം മണ്ഡകോശസ്യ ബാഹ്യാഭ്യന്തരഭേദതഃ മഹദാം ചാനുചരിതം വർണ്ണാശ്രമവിനിശ്ചയഃ. ഹരേ കൃഷ്ണ. ഭാര്യയോടുമൊപ്പം ആത്മസാക്ഷാത്കാരത്തെ ജീവിത ലക്ഷ്യമാക്കി ജീവിതം നയിക്കുന്നവരെ ഗൃഹസ്ഥന്മാർ എന്നും, ലൗകിക ജീവിതത്തിൽ വ്യാപൃതരായ സാധാരണ കുടുംബസ്ഥർ ഗ്രഹമേധികൾ എന്നും അറിയപ്പെടുന്നു. ഒരു ഗൃഹസ്ഥന്റെ വീട് ഗൃഹസ്ഥാശ്രമം എന്നറിയപ്പെടുന്നു. ആത്മീയ വളർച്ചയെ ഉദ്ദേശിച്ചിട്ടുള്ളതാകയാൽ ഇതിനെ ഒരു ആശ്രമമായി കരുതുന്നു. കൃഷ്ണാവബോധമുള്ള കുടുംബത്തിലെ അംഗങ്ങൾ തങ്ങളെ കൃഷ്ണന്റെ സേവകരായി കരുതി എല്ലാം അദ്ദേഹത്തിനുള്ള അർപ്പണമായി ചെയ്യുന്നു. അവർ ഇപ്രകാരം ചിന്തിക്കുന്നു: ഇത് നമ്മുടെ ഗ്രഹമല്ല, കൃഷ്ണന്റേതാണ്. അദ്ദേഹത്തെ സേവിക്കുവാനാണ് നാം ഇവിടെ കഴിയുന്നത്. ഇവിടെയുള്ള എല്ലാം, അതായത് ധനം, ഭക്ഷണം തുടങ്ങിയ എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിന്റെ സേവനത്തിനായി മാത്രം ഉള്ളതാണ്. ഗ്രഹത്തിൽ കൃഷ്ണന്റെ അർച്ചാവിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്നത് ഇപ്രകാരമുള്ള ഭക്തിപരിതമായ ഒരു മനോനില വളർത്തുന്നതിന് നമ്മെ സഹായിക്കുന്നു. മറ്റു വിധത്തിൽ ഇന്ദ്രിയ ആസ്വാദനത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുള്ളതിനാൽ വിഗ്രഹാരാധന ഗൃഹസ്ഥന്മാർക്ക് അത്യന്താപേക്ഷിതമാണ്. ഒരു മൂലയിൽ കൃഷ്ണന്റെ ചിത്രം വയ്ക്കുകയും ബാക്കി ഗ്രഹമെല്ലാം നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് നന്നല്ല. ഗ്രഹം ആത്മീയവത്കരിക്കുന്നതിനായി ശ്രീകൃഷ്ണ ഭഗവാന്റെയും അദ്ദേഹത്തിന്റെ ശുദ്ധഭക്തരുടെയും ചിത്രങ്ങൾ സ്ഥാപിക്കുക, ദേവന്മാരുടെ ചിത്രങ്ങൾ ഒഴിവാക്കുന്നത് നന്ന്. കപടാവതാരങ്ങൾ, മായാവാദി ഗുരുക്കന്മാർ, സിനിമാ നടന്മാർ, കായിക താരങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ ചിത്രങ്ങൾക്ക് കൃഷ്ണാവബോധമുള്ള കുടുംബങ്ങളിൽ യാതൊരു സ്ഥാനവുമില്ല. അവയെ നീക്കം ചെയ്യേണ്ടതാണ്. ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളെല്ലാം ഗ്രഹത്തിൽ സൂക്ഷിക്കുന്നത് ഗ്രഹത്തെ ആത്മീയവൽക്കരിക്കാൻ ഉത്തമമാണ്. ഈ ഗ്രന്ഥങ്ങൾ ഭഗവാന്റെ സാഹിത്യ രൂപത്തിലുള്ള അവതാരങ്ങളാകയാൽ അവ വിഗ്രഹങ്ങളെ പോലെ തന്നെ ആരാധ്യമാണ്. ടെലിവിഷൻ കൃഷ്ണാവബോധപരമായ വീഡിയോകൾ കാണുവാൻ ഉപയോഗിക്കാമെങ്കിലും പൊതുവെ ഇത് വീട്ടിൽ ഒരു ഉപദ്രവകാരിയാണ്. വിഡ്ഢിപ്പെട്ടി എന്നതാണ് ടെലിവിഷന്റെ ശരിയായ പേര്. ഇതിന്റെ അനാവശ്യമായ ഉപയോഗം വൈകാരികവും ബുദ്ധിപരവുമായ വളർച്ചയെ മുരടിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ടെലിവിഷൻ ലൈംഗികതയെയും അക്രമാവാസനകളെയും പ്രോത്സാഹിപ്പിക്കുകയും നാസ്തികവാദം, അസാൻമാർഗിക ഭൗതികവാദം എന്നിവയെ മനസ്സിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. ഇത് കുടുംബമൂല്യങ്ങൾ നശിപ്പിക്കുകയും കുട്ടികളിൽ ദുർഗുണങ്ങൾ വളർത്തുകയും ചെയ്യുന്നു. മാംസം, ആൽക്കഹോൾ എന്നിവ ഉപയോഗിക്കുവാനും പുകവലി, അവിഹിത ബന്ധങ്ങൾ എന്നിവയിൽ ഏർപ്പെടുവാനും കുട്ടികളെ ഇത് പ്രേരിപ്പിക്കുന്നു.
പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ നശിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ടെലിവിഷൻ. ഇന്ത്യ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിലും ഇപ്പോൾ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായും ടെലിവിഷൻ കേന്ദ്രമാക്കിയുള്ള ഒരു കുടുംബജീവിതം സ്നേഹം നിറഞ്ഞതും സന്തോഷപ്രദവുമായിരിക്കുവാൻ സാധ്യതയില്ല. ടെലിവിഷൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രഹത്തിൽ ആത്മീയ പുരോഗതി എന്ന വാക്കിനെ ില്ല. അതിനാൽ ഗ്രഹത്തെ കൃഷ്ണാരാധനയ്ക്ക് അനുയോജ്യമാക്കി തീർക്കാൻ ടെലിവിഷനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത് ഉത്തമം. കുടുംബാംഗങ്ങളെ പൂജയിലും കീർത്തനത്തിലും മറ്റ് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുത്തുമ്പോൾ അവർക്ക് ടെലിവിഷനോടുള്ള ആസക്തി കുറഞ്ഞു വരുന്നു. റേഡിയോ, സിനിമാ ഗാനങ്ങൾ എന്നിവയ്ക്ക് പകരം ആധികാരികമായ വൈഷ്ണവ ഭജനങ്ങൾ കേൾക്കുന്നതിനായി ഉപയോഗിക്കുക. കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കൃഷ്ണാവബോധ പരിശീലനം നൽകേണ്ടത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. പിതാവിന് തന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ഗുരുസ്ഥാനീയനായിരിക്കുവാനുള്ള പ്രത്യേക ചുമതലയുണ്ട്. ഹരേ കൃഷ്ണ. ബന്ധുമിത്രാദികളോടുള്ള സമീപനം. സാധാരണയായി കുടുംബത്തിലെ ഒരാൾ കൃഷ്ണാവബോധം സ്വീകരിക്കുമ്പോൾ മറ്റ് അംഗങ്ങളും ഭക്തന്മാരാകാറുണ്ട്. ഇത് കുടുംബത്തിന് അനുകൂലമായ ഒരു അവസ്ഥയാണ്. എന്നാൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് കൃഷ്ണാവബോധത്തിൽ താല്പര്യമില്ലെങ്കിൽ ഒരു വിഷമസ്ഥിതി ഉണ്ടാകുന്നു. ചിലപ്പോൾ കുടുംബാംഗങ്ങൾ മാത്രമല്ല, സുഹൃത്തുക്കളും അയൽക്കാരും പുതിയ ഭക്തനെ ഭ്രാന്തനായി കരുതുകയും പീഡിപ്പിക്കുകയും നന്ദിയില്ലാത്തവനും ഉത്തരവാദിത്വമില്ലാത്തവനുമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ഒരു പുതിയ പ്രതിഭാസമല്ല. യുഗങ്ങൾക്ക് മുമ്പ് ഒരു ഉന്നത ഭക്തനായ പ്രഹ്ലാദനെ തന്റെ പിതാവായ ഹിരണ്യകശിപു കഠിനമായി പീഡിപ്പിച്ചിരുന്നു. പ്രഹ്ലാദൻ തന്റെ വിഷ്ണുഭക്തി ഉപേക്ഷിച്ചില്ല എന്നതാണ് ഇതിന് കാരണം. പ്രഹ്ലാദനെ ഓർത്ത് കൃഷ്ണാവബോധത്തിൽ അല്പമെങ്കിലും രുചി വളർന്നവർക്ക് മറ്റ് യാതൊന്നിനും വേണ്ടി അത് ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. ഒരു ഭക്തന് തന്റെ ബന്ധുക്കളെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും ബന്ധുക്കൾക്ക് ആ ഭക്തനെ കൃഷ്ണാവബോധത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ സാധിക്കില്ല. എപ്പോഴും നാം ഭൗതിക അസ്തിത്വത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ കരുതേണ്ടതാണ്. കുടുംബം, ബന്ധുമിത്രാദികൾ, രാജ്യം എന്നിവയോടെല്ലാമുള്ള നമ്മുടെ ബന്ധം അസ്ഥിരമാണ്. നദിയിൽ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങൾ പോലെയാണവ. ചിലപ്പോൾ കൂട്ടം ചേർന്ന് പൊങ്ങിക്കിടക്കുന്നു, വീണ്ടും ജലപ്രവാഹത്താൽ അത് വേർപെട്ട് പുതിയ കൂട്ടങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ കാലം എന്ന ശക്തമായ നദിയിൽ നാം ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോ ജന്മവും നായയോ പന്നിയോ മനുഷ്യനോ എന്തു തന്നെയായാലും അതിനെ നാം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കുന്നു. മറ്റൊരു ഉദാഹരണം ഒരു ഹോട്ടലിൽ സന്ധിക്കുന്ന അതിഥികളുടേതാണ്. അവർ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സംഭാഷണങ്ങൾ നടത്തുന്നു എങ്കിലും ആരും തന്നെ ഗാഢമായ സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓരോരുത്തരും തങ്ങളുടെ ലക്ഷ്യം സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകുമെന്നുള്ള അറിവുള്ളത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. ഭൗതികമായ ജീവിത രീതിയിൽ കുടുംബാസക്തിയും കുടുംബ ചുമതലകളും സാധാരണയായി കരുതപ്പെടുന്നു. കുടുംബജീവിതമാണ് ഭൗതിക അസ്തിത്വത്തിന്റെ അടിസ്ഥാനം. അതായത് ശ്രീമദ് ഭാഗവതം 5:5-8 പറയുന്നു. എന്നാൽ ഈ കുടുംബ ബന്ധങ്ങളെല്ലാം മായയാണെന്ന് ഗൃഹസ്ഥന്മാർ ഉൾപ്പെടെയുള്ള എല്ലാ ഭക്തന്മാരും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പൂർണ്ണമായും ശരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് കുടുംബപരമായോ സാമുദായികമായോ നിറവേറ്റേണ്ടതായ കർത്തവ്യങ്ങളില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ശ്രീമദ് ഭാഗവതത്തിൽ 15:5-41 ഇത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായം കൃഷീണാം കൃണീച രാജൻ സർവാത്മനാ യാ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരികൃത്യ കർത്തം. എല്ലാ കർത്തവ്യങ്ങളും ത്യജിച്ച് മുക്തിപ്രദാതാവായ മുകുന്ദന്റെ പാദപത്മങ്ങളെ പൂർണ്ണമായും ശരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ദേവന്മാരോടോ ഋഷികളോടോ പിതൃക്കളോടോ മറ്റ് ജീവാത്മാക്കളോടോ യാതൊരു കർത്തവ്യങ്ങളുമില്ല. കൃഷ്ണന്റെ പാദപത്മങ്ങളെ ശരണം പ്രാപിച്ച ഒരു വ്യക്തി കുടുംബാംഗങ്ങളോട് ഏറ്റവും മികച്ച സേവനമാണ് ചെയ്യുന്നത്. ഒരു പരിശുദ്ധ ഭക്തന്റെ അനേകം തലമുറകൾക്ക് ഭഗവാൻ സ്വാഭാവികമായും മോക്ഷപ്രാപ്തി നൽകുന്നു. ഇത് ശ്രീമദ് ഭാഗവതം 7:10-18 പറയുന്നു. ഇപ്രകാരം പറയുന്നു: ഭക്തിയുത സേവനത്തിൽ അല്പമെങ്കിലും പുരോഗതി കൈവരിച്ചയാൾ മതാനുശാസനങ്ങളിൽ നിന്നോ സാമ്പത്തിക പുരോഗതിയിൽ നിന്നോ അരിയ സംതൃപ്തിയിൽ നിന്നോ 5 തരം
മുക്തികളിൽ നിന്നോ ലഭിക്കുന്ന സുഖം ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള സുഖങ്ങളൊന്നും അവരുടെ മനസ്സിൽ കടന്നുകൂടാൻ ധൈര്യപ്പെടുന്നില്ല. മഹാരാജ്ഞിയുടെ സേവകരും പരിചാരകരും വിനയപൂർവം ഓച്ചാനിച്ചുകൊണ്ട് രാജ്ഞിയുടെ പിമ്പെ നടക്കുന്നത് പോലെ ഇപ്പറഞ്ഞതിൽ നിന്നും കിട്ടുന്ന സുഖങ്ങളെല്ലാം ഈശ്വരനിൽ നടത്തുന്ന ഭക്തിയുത സേവനത്തിന്റെ പിമ്പെ പാഞ്ഞെത്തുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ ഭക്തന് ഒരു വക സുഖത്തിന്റെയും കുറവുണ്ടായിരിക്കുകയില്ല. കൃഷ്ണനെ ഭക്തിപൂർവ്വം സേവിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അയാൾക്ക് വേണ്ട. അഥവാ മറ്റെന്തെങ്കിലും ആഗ്രഹം ഉണ്ടായാൽ അയാൾ ആവശ്യപ്പെടാതെ തന്നെ ഭഗവാൻ ആ ആഗ്രഹം നിറവേറ്റുകയും ചെയ്യും. യഥാർത്ഥ ഭക്തിയുത സേവനത്തിന്റെ അപൂർവത. ആത്മീയ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ ആത്മസാക്ഷാത്കാരത്തിനായി പലതരം തപസ്സും അനുഷ്ഠാനങ്ങളും നടത്താറുണ്ട്. എന്നാൽ ഈ വക അനുഷ്ഠാനങ്ങൾ നടത്തുന്നത് ഭൗതിക സുഖാന്വേഷണങ്ങൾ തീരെയില്ലാത്തവരാണെങ്കിൽ പോലും അയാൾക്ക് ഭക്തിയുത സേവനം നേടാനാവുകയില്ല. സ്വന്തം കാര്യത്തിനായി മാത്രം ഭക്തിയുത സേവനം മോഹിച്ചതുകൊണ്ടും ആയില്ല. കൃഷ്ണൻ ഭക്തിയുത സേവനത്തിനുള്ള അവസരം എല്ലാവർക്കും നൽകുകയില്ല. ഭൗതിക ലാഭങ്ങളെ മോക്ഷം തന്നെയോ അദ്ദേഹം ഒരാൾക്ക് കൊടുത്തുവെന്ന് വരാം. എന്നാൽ ഭക്തിയുത സേവനം നടത്താനുള്ള അനുഗ്രഹം അത്ര എളുപ്പം നൽകുകയില്ല. ഒരു പരിശുദ്ധ ഭക്തനിൽ കൂടി മാത്രമേ ഈ അനുഗ്രഹം നേടിയെടുക്കാനാവൂ. ചൈതന്യ ചരിതാമൃതത്തിൽ മധ്യലീല 19:51 ഇങ്ങനെ പറയുന്നു: പരിശുദ്ധ ഭക്തനായ ആത്മീയ ഗുരുവിന്റെയും ഭഗവാൻ കൃഷ്ണന്റെയും കാരുണ്യം കൊണ്ട് ഒരുവന് ഭക്തിയുത സേവനത്തിന്റെ വിധാനത്തിലെത്താൻ കഴിയും. മറ്റൊരു വഴിയിലൂടെയും സാധ്യമല്ല. ഭക്തിയുത സേവനത്തിന്റെ അപൂർവതയെക്കുറിച്ച് തന്ത്രശാസ്ത്രത്തിൽ മഹാദേവൻ സീതാദേവിയോട് പറയുന്നുണ്ട്. വിജ്ഞാനത്തിന്റെ വിവിധ പ്രക്രിയകളെ അപഗ്രഥിക്കുന്ന ദാർശനികന് ഭൗതികമായ നൂലാമാലകളുടെ ഊരാക്കൊടുക്കുകളിൽ നിന്നും മോചനം നേടാനാകും. വേദപ്രോക്തങ്ങളായ തപോനുഷ്ഠാനങ്ങളിലൂടെ ധർമ്മ ആചാരങ്ങളിലൂടെ വിധാനങ്ങളിലേക്ക് ഉയരുവാൻ കഴിയും. അതിലൂടെ ഭൗതിക സുഖങ്ങൾ പരമാവധി നേടാനും കഴിയും. പക്ഷേ അവയൊന്നും ഭക്തിയുത സേവനത്തിനുള്ള അവസരം തരുന്നില്ല. ഈ വഴിക്ക് എത്ര ജന്മങ്ങൾ തപസ് ചെയ്താലും അത് ലഭ്യമാകുകയില്ല. കേവലം സ്വയപ്രയത്നം കൊണ്ടോ ആധികാരികമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഭക്തി സേവനത്തിന്റെ വിധാനങ്ങളിലേക്ക് ഉയരുവാനാവില്ലെന്ന് പ്രഹ്ലാദൻ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നതിന്റെയും പൊരുൾ മറ്റൊന്നുമല്ല. ഭൗതിക അഭിലാഷങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും മുക്തി നേടിയ ഒരു പരിശുദ്ധ ഭക്തന്റെ പാതാരവിന്ദങ്ങളെ പൊടികൊണ്ട് ആകുന്നവന് മാത്രമേ ഈ വിധാനത്തിലെത്താനാകൂ. ശ്രീമദ് ഭാഗവതം 5:6-18 നാരദൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്: രാജൻ, മുകുന്ദൻ എന്നുകൂടി പേരുള്ള ഭഗവാൻ കൃഷ്ണനാണ് പാണ്ഡവരുടെയും യദുക്കളുടെയും നിത്യ സംരക്ഷകൻ. അദ്ദേഹം തന്നെയാണ് അങ്ങയുടെ ആത്മീയ ഗുരുവും സർവകാര്യങ്ങളിലുമുള്ള ഉപദേശകനും. അങ്ങ് ആരാധിക്കുന്ന ഒരു ദേവനും അദ്ദേഹമാണ്. സ്നേഹവാത്സല്യങ്ങളുടെ നിറകുടമാണ് അദ്ദേഹം. വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളിലൊക്കെ അദ്ദേഹമാണ് അങ്ങയെ നിയന്ത്രിക്കുന്നത്. എന്തിനേറെ പലപ്പോഴും ഒരു സേവകനെ പോലെ അദ്ദേഹം അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങയുടെ വാഹകനായും പ്രവർത്തിക്കുന്നു. അങ്ങ് എത്ര ഭാഗ്യവാൻ! ഭഗവാൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ ഒരാൾക്ക് മോക്ഷം അരുളിയെന്ന് വരാം. പക്ഷേ ഭക്തിയുത സേവനം എന്ന ദിവ്യാനുഗ്രഹം നൽകുന്നത് വളരെ അപൂർവമാണ്. കാരണം ഭക്തിയുത സേവനങ്ങളിലൂടെ ഭഗവാനെ ഭക്തൻ വിലയ്ക്ക് വാങ്ങുന്നു. ഹരേ കൃഷ്ണ മാതാജി, അടുത്ത വായിക്കണോ? കുറച്ചുകൂടെ വായിച്ചോ മാതാജി, ഒരെണ്ണം കൂടെ വായിച്ചു. ഹരേ കൃഷ്ണ. ബ്രഹ്മത്തോട് ചേരുമ്പോഴുള്ള സുഖം.
ബ്രഹ്മാനന്ദം അഥവാ ബ്രഹ്മവുമായി ഐക്യം പ്രാപിക്കുമ്പോഴത്തെ ആനന്ദമുണ്ടല്ലോ, അതിനെ കോടി കൊണ്ട് പെരുക്കിയാൽ കിട്ടുന്ന ആനന്ദം ഭക്തിയുത സേവനമാകുന്ന മഹാസാഗരത്തിലെ ഒരു തുള്ളിയിൽ നിന്ന് ലഭിക്കുന്നതിന് തുല്യമാവില്ലെന്ന് രൂപഗോസ്വാമി പറയുന്നു. ഹരിഭക്തി സുധോദയത്തിൽ നരസിംഹ ഭഗവാനെ സ്തുതിക്കുന്ന കൂട്ടത്തിൽ പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നു, അല്ലയോ ജഗന്നാഥനായ ഭഗവാനെ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞാൻ സർവാതിശായിയായ അതീന്ദ്രിയാനന്ദം അനുഭവിക്കുന്നു. പരമാനന്ദ സാഗരത്തിൽ ഞാൻ നിമഗ്നനായി പോകുന്നു. ഈ ആനന്ദ സാഗരത്തോട് തുലനം ചെയ്യുമ്പോൾ ബ്രഹ്മാനന്ദം കേവലം കാലിക്കുളമ്പ് പതിഞ്ഞുണ്ടായ കുഴിയിലെ വെള്ളം മാത്രമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീധരസ്വാമികൾ എഴുതിയ ഭാഷ്യമായ ഭാവാർത്ഥ ദീപികയിൽ പറയുന്നു, ഭഗവാനെ, അങ്ങയുടെ ഭക്തിരസാമൃത സിന്ധുവിൽ നീന്തി തുടിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരും അങ്ങയുടെ ലീലാവിനോദങ്ങളെ പ്രകീർത്തിക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുന്നവരുമായ അപൂർവം ചിലർക്ക് മാത്രം അറിയാം പരമാനന്ദം എന്താണെന്ന്. മതാനുഷ്ഠാനത്തിൽ നിന്നോ എന്തിനേറെ മോക്ഷത്തിൽ നിന്നോ ലഭിക്കുന്ന റോനക സുഖത്തെ പോലും നിസ്സാരമാക്കി തീർക്കുന്നതാണ് ഈ പരമാനന്ദമെന്ന് അവർ മാത്രം അറിയുന്നു. ഇങ്ങനെയുള്ള അതീന്ദ്രിയത കൈവരിച്ച ഭക്തൻ ഭക്തിയുത സേവനത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തിന്റെ മുൻപിൽ മറ്റ് ആനന്ദമെല്ലാം വെറും പെരുവഴിയിലെ വൈക്കോൽ തുരുമ്പുകളായി മാത്രമേ കണക്കാക്കുന്നുള്ളൂ. മതി മാതാജി. कुंज बिहारी जय राधा माधवा कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुना तीरवन चारी जय राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 रामा राम राम हरे हरे. कृष्ण माताजी दंड प्रणाम. वासुदेव ओम नमो भगवते वासुदेवाय. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे राधिकायै तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. यस्वानुभावमखिल श्रुतिसारमेकम् अध्यात्मदीपमदितीर्षदन्तमोन्दं संसारिणं करुणयाकपुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवत्युत्तमश्लोके भक्तिर्भवति नैष्टिकी. शृण्वतां सुखदा कृष्णा पुण्यश्रवणकीर्तनः हृद्यन्तस्थो हि प्राणी विघ्नोति सदा. मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं
യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ജയ ജയ ശ്രീ ചൈതന്യ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുപോലെ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എനിക്കിന്ന് മാറ്റി വരേണ്ടി വന്നത്. നാളത്തെ ക്ലാസ് നാളെ ഞാൻ ഇവിടെ ഉണ്ടാകില്ല. അപ്പൊ ക്ലാസ് നഷ്ടപ്പെടുത്തണ്ട. ഒരുപാട് ക്ലാസ് നമുക്ക് നഷ്ടമായി. അപ്പൊ അതെനിക്കൊരു വിഷമമുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒന്ന് രക്ഷ നേടാൻ വേണ്ടിയാണ് ഇന്നത്തേക്ക് മാറ്റിയെടുത്തത്. ഇതെന്റെ മാത്രം തെറ്റാണ്. ഹരേ കൃഷ്ണ. നിങ്ങളാരും ഭാഗവതം പഠിക്കാനല്ല, കഥകൾ കേൾക്കാനായിരിക്കും തയ്യാറായിരുന്നതെന്ന് എനിക്കറിയാം. സോറി. നമുക്ക് ഭാഗവതത്തിലെ കഥകൾ കേൾക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നാളെ നന്നായിട്ട് കഥകളൊക്കെ കേട്ട് ആനന്ദിക്കാം. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മള് 13ാമത്തെ അധ്യായം അവസാനിപ്പിച്ചു. 14ലേക്ക് കടന്നിരിക്കുകയാണ്. ഒരുപാട് കാലം കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തുന്നത്. ഭാഗവതം എന്നാ വളരെ വിശദീകരിച്ചൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ചുരുക്കി അതിന്റെ പറയേണ്ട കാര്യങ്ങൾ പലതും എനിക്ക് തോന്നുന്നു വിട്ടിട്ട് വളരെ ചുരുക്കിയാണ് നമ്മൾ എടുത്തു പോകുന്നത്. പക്ഷെ എന്നാലും ഭാഗവതമല്ലേ, 18,000 ശ്ലോകങ്ങളുള്ള ഭാഗവതത്തിന്റെ ഒരു ഭാഗത്താണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഒപ്പോ അത് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ശുദ്ധഭക്തന്മാര് നല്ല രീതിയിൽ പറഞ്ഞ് പ്രകടമാക്കിയ ഭാഗവതമാണ് അത്. അതിനെ നമ്മളൊന്ന് ടച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഭാഗവതം പഠിച്ചു എന്നൊന്നും നമുക്ക് പറയാനേ പറ്റത്തില്ല. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരും ശ്രമിക്കുക, വായിക്കുക. അങ്ങനെ ഭാഗവതത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ഞാനൊക്കെ പ്രായമായ ആളാണ്. നിങ്ങളൊക്കെ എൻ്റെ മക്കളും കൊച്ചുമക്കളുടെ പ്രായമേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്കത് പഠിച്ചെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത് പ്രായോഗികമാക്കി വരുത്താനുള്ള കാലവും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നല്ലതായിട്ട് ഭാഗവതം കൊണ്ടുപോകാനും ഒരിക്കലും നിങ്ങളുടെ വാക്കിൽ നിന്ന് അതൊരിക്കലും ഒരു നിന്ദാസൂചകമായിട്ട് വരാതിരിക്കണം. ഇപ്പൊ ചില ശ്ലോകം പഠിക്കുമ്പോൾ അത് വളരെ മോശമായിട്ട് തോന്നും. മോശം മീൻസ് അത് എന്താണ് ഈ ശ്ലോകത്തിനകത്ത് വലുതായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് തോന്നാം. പക്ഷെ അതിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെതായ ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത്. അത് പഠിച്ചു വരുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകും. നമ്മുടെ തോന്നലുകളാണ് പലതും. അപ്പൊ അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം എന്നാണ് പറഞ്ഞത്. അതിലെ ഓരോ ശ്ലോകങ്ങളും വൈഷ്ണവന്മാർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ്. അവരെ എത്രമാത്രം ചിന്തിപ്പിക്കുന്നതാണ്. അവരെ എത്രമാത്രം ഭക്തി പരവശരാക്കി മാറ്റുന്നതാണ് എന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ഭാഗവതത്തിന്റെ ഒരറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ശ്രീല പ്രഭുപാദരുടെ ഗുരുവായ ഭക്തി സിദ്ധാന്ത സരസ്വതി പ്രഭുപാദരെ അദ്ദേഹം ഈ 18,000 വേഴ്സസിനെയും റീഅറേഞ്ച് ചെയ്തിട്ട് അതിനെ ഒരു സെന്റൻസ് വിധമാക്കി തന്നിട്ടുണ്ട്. അദ്ദേഹം അത് ഗൗരകിശോർ അനുവാദം എന്ന് പറയും. അപ്പൊ അത് ഒരു മനസ്സിലാക്കിയെടുക്കുന്നതിന് വ്യക്തികൾക്ക് കൂടുതൽ പഠിച്ചു വരുമ്പോൾ കൂടുതൽ അതേക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇവര് ഗുരുനാഥന്മാര് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗവതം വായിച്ചു കഴിഞ്ഞിട്ട് വേണമല്ലോ മറ്റു ഭാഗവതാമൃതമുണ്ട്. അപ്പൊ അങ്ങോട്ടും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് രൂപ ഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും കൃതികളുണ്ട്. എല്ലാം ഭാഗവതത്തെ ബേസ് ചെയ്താണ്. അപ്പൊ അതെല്ലാം മുന്നോട്ട് പഠിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടട്ടെ. അപ്പം അതുപോലെ ഭാഗവതത്തിൽ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ടേസ്റ്റ് വരാത്തത് കൊണ്ടാണ് നമുക്കിപ്പം പല കാര്യങ്ങളിലും നമുക്ക് ഭയങ്കര ടേസ്റ്റ് വരുന്നത്. അപ്പൊ ഇതിലോട്ട് നമ്മുടെ മനസ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ, വേറെ ഒന്നിലുമല്ല, ഇതിലോട്ട് മനസ്സ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജ്ഞാനം കൊണ്ട്
അല്പമൊക്കെ നേടിയെടുക്കാമെങ്കിലും ഇതിനൊക്കെ അപ്പുറത്താണ് ഭക്തി എന്നുള്ളത് നമ്മുടെ മനസ്സിലങ്ങ് ചേക്കേറും. ആ ഭക്തിക്ക് വേണ്ടി നമ്മള് ഭഗവാന്റെ പാദത്തിൽ പിടിക്കും. അങ്ങനെയാണ് നമ്മള് ഇനിയും നിങ്ങൾ ഇത്രയും പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, നാമം ജപിക്കുന്നുണ്ട്, നാമജപത്തിൽ കൂടി നമുക്ക് ആ ടേസ്റ്റ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ശ്രമങ്ങൾ വേണം നമുക്ക് ഭാഗവതം പഠിച്ചെടുക്കണം. അല്ലാതെ നമ്മൾക്ക് എളുപ്പം സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നുമല്ല. ഈ ഗൗരകിശോർ അനുവാദമൊക്കെ വായിച്ചിട്ട് അത് എത്ര മനസ്സിലാക്കുന്നതാണെന്നറിയാം. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ട് ഇതിലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ മഹാരാജ് പറയുമായിരുന്നു, നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റീഡിങ്, സ്പീക്കിങ്, അത് വായിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അത് നമ്മൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു കൊടുക്കുക. നമ്മൾ എന്ത് സംസാരിച്ചോ അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്തു കൊടുക്കുക. പിന്നെ ഉറക്കെ ചാൻഡ് ചെയ്യുക. അതും ആ വേഴ്സസ് നമ്മളെ ഇപ്പൊ ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ ബർഹാപീഠം, നടവരവപു, കർണയോ കർണികാരം, അങ്ങനെ പറയുമ്പോൾ തന്നെ ആ ബർഹാപീഠം എന്താണ്, അല്ലെങ്കിൽ നടവരവപു എന്താണ്, കർണയോ കർണികാരം അതെന്താണ്, ഓരോന്നും നമ്മൾ അത് ഉറക്കെ പറയുമ്പോഴാണ് നമ്മൾ അത് കിട്ടിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഉറക്കെ ചാൻഡ് ചെയ്യുക ആ വേഴ്സസ്. പിന്നെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാവുന്ന അത്രയും കേൾക്കുക. പിന്നെയോ അതിനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്തൊക്കെയാണ്? വായിക്കുക, അതിനെക്കുറിച്ച് പറയുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക, ആ വേഴ്സസ് നമ്മളെ ഉറക്കെ ചാൻഡ് ചെയ്യുക, അത് കേൾക്കുക, അതിനെ ധ്യാനിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മഹാരാജ് എപ്പോഴും പറയുമായിരുന്നു. ഈ ഭാഗവതം എന്ന് പറയുന്നത് ഒരു മരം പോലെയാണ്. അത് യഥാർത്ഥത്തിൽ 12 റൂട്ടുകളുള്ള ഒരു മരമാണ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പൊ 12 കാൻഡോസ്, അത് 12 റൂട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എത്ര അധ്യായമുണ്ട്? 335 അധ്യായങ്ങളാണ് അതിൽ ഉള്ളത്. അതെല്ലാം അതിന്റെ ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ എടുക്കാം. ബ്രാഞ്ചസ് ആണ്, ശാഖകളായിട്ട് 335 അധ്യായങ്ങൾ. ഈ 18,000 വേഴ്സസ് എന്ന് പറയുന്നത് അതിലെ ഇലകളായിട്ട്, ഇലകളെ പെടുത്താൻ പ്രയാസമല്ലോ, അപ്പൊ അതിന്റെ ലീവ്സ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇങ്ങനെ ഈ 18,000 ഇലകളിൽ കൂടി നമുക്ക് പല കഥകളും മനോഹാരിത കലർന്ന ഫ്ലവേഴ്സ് ആയിട്ട് തന്നിരിക്കും. അപ്പൊ ലീവ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ട് തന്നു. ആ ഭാഗവതത്തിന്റെ ഷെൽറ്ററിൽ വന്നു കഴിഞ്ഞാൽ, നമുക്കതിന്റെ ഫ്രൂട്ട് പറിച്ചെടുക്കാം. അപ്പം നമുക്ക് റൂട്ടുണ്ട്, പിന്നെന്താണ്, ബ്രാഞ്ചസ് ഉണ്ട്. 135 ബ്രാഞ്ചസ് ആണ് നമുക്കുള്ളത്. ആ ബ്രാഞ്ചസോടൊപ്പം തന്നെ 18,000 ലീവ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ അതിൽ നിന്ന് മനോഹാരിത കലർന്ന ഫ്ലവേഴ്സ് ആണ് അതിലെ കഥകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ആ ഭാഗവത്തിന്റെ ഷെൽറ്ററിലേക്ക് നമ്മൾ വരണം. അപ്പോൾ നമുക്ക് അതിന്റെ ഫ്രൂട്ടായ എന്തായിരിക്കും അതിന്റെ ഫ്രൂട്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. എന്താണ്? ഭക്തി എന്ന ഫ്രൂട്ട് നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പൊ ഇനി അതല്ല നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ, അങ്ങനെയല്ല, ഇനിയും വേദങ്ങളെയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ നമ്മൾ വേദം എടുത്തു കഴിഞ്ഞാൽ വേദത്തിന്റെ ആ വേദം എന്താണ്, അതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വേദത്തെയാണ് നിങ്ങൾ മരമായി, ചിലരുടെ മനസ്സിൽ അങ്ങനെ വരും, വേദങ്ങളെയാണ് മരങ്ങളായിട്ട് കണക്കാക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ഭാഗവതമാണ്. വേദത്തെ നമ്മളെ മരമായിട്ട് എടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ഭാഗവതമാണ്. അപ്പൊ അതിന്റെ 12 കാൻഡോസിൽ ഒന്നും തന്നെ കളയാനില്ല എന്ന് പറഞ്ഞു. അതിൽ ഒന്നും നടക്കാത്തതായിട്ടില്ല. ഭക്തന്മാർ നടന്ന കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 4-ാം സ്കന്ധത്തിൽ ആകപ്പാടെ ഒരു യഥാർത്ഥമല്ലെന്ന് നമുക്ക് തോന്നേ ഉള്ളൂ. എന്താണ്? നാരദര് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. ബാക്കിയെല്ലാം എന്താണത്? ഒരു രാജാവിനെ എന്ത് ചെയ്യാൻ വേണ്ടിയായിരുന്നു? ആ ആത്മീയതയിലേക്ക് അഥവാ ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതൊഴിച്ച് ബാക്കി എല്ലാം നടന്ന കാര്യങ്ങളെ, ഇപ്പൊ പൃഥു മഹാരാജാവിന്റെ കാര്യമായാലും ധ്രുവ മഹാരാജാവിന്റെ കാര്യമായാലും എന്ന് വേണ്ട എല്ലാം തന്നെ നടന്ന സംഭവങ്ങളെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പൊ ഭാഗവതം എന്ന് പറയുന്നത് യസ്വാനുഭാവം അഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം
അതിതീർഷതാന്തമോന്തം. ഒരു അധ്യാത്മ ദീപം കൊളുത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം ഇരുളടഞ്ഞു പോയിരിക്കുകയാണ്. എന്തേ? ഭൗതികതയിൽപ്പെട്ട് ഉഴന്നിട്ട് ആ ഉഴന്നു നിൽക്കുന്ന ആ ഒരു നമ്മുടെ ആ ഹൃദയത്തിലേക്ക് ഒരു വെളിച്ചം തരികയാണ്. അതാണ് യസ്വാനുഭാവം അഖില ശ്രുതി സാരമേകം അധ്യാത്മദീപം അതിതീർഷതന്തമോന്തം. ആ അടഞ്ഞു കിടക്കുന്നിടത്ത് വിളക്ക് കൊളുത്തി വെച്ച് അതിനെ പ്രകാശിപ്പിച്ചു തരികയാണ്. അതിലെ വെളിച്ചമാണ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പം ചിലരൊക്കെ ശ്രീമദ് ഭാഗവതത്തെ മോഹിനി അവതാരത്തോട് കമ്പയർ ചെയ്യാറുണ്ട്. മോഹിനി മൂർത്തി ആരാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എന്താണ്? അമൃത് വിളമ്പാനായിട്ട് പാലാഴി മഥനം കഴിഞ്ഞപ്പോൾ എത്തിയ അവതാരമാണ്. അപ്പൊ ആ അവതാരത്തിലെ അദ്ദേഹം അപ്പൊ എന്താണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ രൂപം ശിവൻ ആ രൂപം കണ്ടില്ല. അപ്പൊ ശിവൻ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴേ ശിവഭഗവാൻ എന്ത് ചെയ്തു? കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭ്രമിച്ചുപോയി. അതിന്റെ പിന്നാലെ ഓടുന്ന ഒരു കഥയുണ്ട് അപ്പൊ അതിന്റെ പിന്നാലെ ഓടി. അപ്പൊ അത് ഒരു കഥയാണ്. അപ്പൊ ആ മോഹിനി രൂപം കണ്ടിട്ട് ശിവൻ മോഹിച്ച് ഓടുന്നത് പോലെ എന്താണ് ആ ശ്രീമദ് ഭാഗവതത്തിന്റെ പിറകെ ശിവന് ഓടുന്നു. കാരണം നമുക്കറിയാം ശിവൻ എപ്പോഴും ശ്രീമദ് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രീമദ് ഭാഗവതം എവിടെ കിട്ടിയാലും അതിന്റെ പിറകെ ഓടുന്നുവെന്നാണ് പറയുന്നത്. അത്രമാത്രം പ്രാധാന്യമാണ് ശിവൻ ശ്രീമദ് ഭാഗവതത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മോഹിനിയോട് ചിലര് കമ്പയർ ചെയ്യാറുണ്ട്. ഭാഗവതം തരുന്നത് അമൃതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 12 സ്കന്ധങ്ങളിൽ കൂടി സൂര്യൻ 12 രാശികളിൽ കൂടി സഞ്ചരിക്കുന്നത് പോലെ ശ്രീമദ് ഭാഗവതം 12 സ്കന്ധങ്ങളിൽ കൂടി സഞ്ചരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭാഗവതം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് നമ്മളെ എന്താണ് ഒരു വേറൊരു ഭാവത്തിലേക്ക് എത്തിക്കും. ഭക്തി പാരവശ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഭാഗവതം പഠിക്കേണ്ടത്. അപ്പൊ ഭാഗവതം എന്താണ് എന്ന് വില്യമംഗലമൊക്കെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു വളരെ ഒരു ഇതായിട്ട് എഴുതിയിരിക്കുന്നത് മധുരം മധുരം ബപുരസ്യ വിഭോ മധുരം 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മധുഗ്രന്ഥി മൃദുസ്മിതമാണ് ഭാഗവതം. ഓ മധുരം മധുരം മധുരം. മനസ്സിലാക്കാവുന്നവർക്ക്, അറിയാൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും മനസ്സിലാക്കുന്നവർക്കും അത്രമാത്രം മധുരം നൽകുന്നതാണ് ഭാഗവതം എന്ന് പറയുന്നത്. അതിലിരിക്കുന്ന അതിനെ പ്രതിപാദിച്ചിരിക്കുന്ന ആളോ ആരാണ്? അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ എടുത്തു പറയാൻ നമുക്ക് വാക്കുകളില്ലാത്തതാണ്. അപ്പൊ അതുപോലെ ആ ഭാഗവതത്തിന്റെ പ്രാധാന്യം, ഭാഗവതം ഇനത്തെ കുറിച്ച് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. ഭാഗവതം ആരാണ്? ഭാഗവതം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഒന്ന് പറയാമോ ആർക്കെങ്കിലും ഭാഗവതം എങ്ങനെ കിട്ടിയെന്നുള്ളത്? ആരിൽ നിന്നാണ് ഭാഗവതം ലഭിക്കുന്നത്? ഇത് ഞാൻ തന്നെ എപ്പോഴും പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ വരണമല്ലോ. എന്തോ? പരീക്ഷിത് മഹാരാജാവ്. പരീക്ഷിത് മഹാരാജാവ്. ഹരേ കൃഷ്ണ. അപ്പൊ ഭാഗവതം ആദ്യം എന്താണ് പരീക്ഷിത് മഹാരാജാവിന് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തെടുത്ത് സൂതഗോസ്വാമി. ആ സൂതഗോസ്വാമി നൈമിശാരണ്യത്തിൽ വെച്ച് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? ശൗനകന്റെ നേതൃത്വത്തിലുള്ള മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് ഭാഗവതം ലഭിക്കുന്നത് അല്ലേ? പിന്നെ ഭാഗവതം യഥാർത്ഥത്തിൽ ഭഗവാനാണ് ഭാഗവതം ആർക്ക് പറഞ്ഞു കൊടുത്തത്? ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നു. ബ്രഹ്മാവത് നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നു അല്ലേ? അപ്പൊ നാരദരത് വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. വ്യാസദേവനത് മകനായ പരീക്ഷത്തിന് മകനായ ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ അത് നമുക്ക് സൂത മഹർഷിയിൽ കൂടി ലഭ്യമാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. വേറെ ഒരു രീതിയിലും ഭാഗവതം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സംഘർഷണൻ ഭഗവാന്റെ നെക്സ്റ്റ് അവതാരമായ സംഘർഷണനിൽ നിന്ന് അത് സനത്കുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. സനത്കുമാരന്മാരത് സാഖ്യായനം എനിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ നിന്നത് പരാശര മഹർഷി വഴി ബൃഹസ്പതിക്ക് കിട്ടി. ബൃഹസ്പതി എന്ന് മൈത്രേയന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയും ഈ ഭാഗവതം തന്നെ 2 രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല സംവാദങ്ങളായിട്ടാണ് ഭാഗവതം
നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. ഇനിയും ഭഗവാന്റെ ഇതിനകത്ത് ഇനിയും പഠിക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനത്തെ കുറിച്ചാണ്. അപ്പം ഭഗവാനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, എല്ലാവരും കുറച്ചെങ്കിലും അറിയാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ ഏറ്റവും ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒന്നും എടുക്കാൻ പറയത്തില്ല. 12 കാൻഡോസും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്തെ ഒരധ്യായങ്ങൾ പോലും ഇന്നത് പ്രധാനമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഭക്തന്മാര് പഠിച്ച് വരുമ്പോൾ നമ്മൾ എവിടെ എത്തിപ്പെടും? 10ാം സ്കന്ധത്തിലേക്ക് എത്തിപ്പെടും. ഏറ്റവും അതിലെ ഭഗവാന്റെ മുഖം എന്ന് പറയുന്നതാണ്, തിരുമുഖമാണ് 10ാം സ്കന്ധം. 10ാം സ്കന്ധത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? 10ാം സ്കന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട്, ഭഗവാൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട്, ഭഗവാന്റെ ലീലകളോ ഭഗവാൻ വന്നതോ ഭഗവാൻ അതെന്താണെന്ന് മനസ്സിലാക്കണം. എന്തിനെ, ആരെ, നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണ്, ശുദ്ധഭക്തിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാവം എന്തേ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഗോപികമാര്. അവിടെ യാതൊരു സെൽഫിഷ്നെസ്സിന് യാതൊരു സ്ഥാനവുമില്ല. നമ്മുടേതായി ഒന്നുമില്ല, എല്ലാം ഭഗവാന്റേതെന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു സന്ദർഭം നമുക്ക് അവിടെ കണ്ടെത്താൻ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? തവകഥാമൃതം തപ്തജീവനം. ആ ശ്ലോകം വളരെയധികം ഏറ്റവും പ്രധാനപ്പെട്ട. എന്തുകൊണ്ടാണ് ആ ശ്ലോകം എത്രയും നമ്മളെ വാഴ്ത്തി പാടുന്നതെന്ന് ചോദിച്ചാൽ എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെ പ്രാധാന്യമാണ്. അപ്പം ഗോപികമാരെല്ലാം ഈ ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. ഓരോ ശ്ലോകങ്ങളും ഓരോ ഗോപികമാര് പറയുന്നത് രാധാറാണി പറയുന്ന ശ്ലോകമായതുകൊണ്ട് നമ്മൾ അതിനെ നമ്മുടെ മനസ്സിൽ ഏറ്റുകയാണ്. തവകഥാമൃതം തപ്തജീവനം എന്നുള്ളത് ആ ശ്ലോകം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതും നമുക്കറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പോൾ ഗോപികമാര് പറയുന്നു, വീഷ്യാളകാവൃത മുഖം തവകുണ്ടലശ്രീ. അദ്ദേഹത്തിന്റെ ആ ശരീരത്തിന്റെ വർണ്ണന അവിടെ, വിശാളകാവൃത മുഖം തവകുണ്ടലശ്രീ വക്ഷസ്ഥലാധരസുഖം ഹസിതാവലോകം. എന്താണ്? അദ്ദേഹത്തിന്റെ ആ ഭംഗിയെ കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നത്. ദത്താകുജം ഭുജദണ്ഡ യുഗം വിലോക്യ വക്ഷശ്രീകരമണം ച ഭവാമദാസ്യം. ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ ശക്തികൾ 3 വിധത്തിലുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ ശാരീരിക സൗന്ദര്യം, മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഇതൊക്കെയും ഓരോ വ്യക്തിയെയും ഹഠാത് ആകർഷിക്കുന്നതാണ്. അപ്പൊ അതെല്ലാം കണ്ടിട്ട് നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ 3 പലവിധത്തിലുള്ള ശക്തികള്, ഭഗവാന്റെ ഡീലിങ്സ്, ഭഗവാൻ ആരെ, ഭഗവാന്റെ പ്രത്യേകതകൾ എന്ത്, പിന്നെ കൂടാതെ ഭഗവാന്റെ ആ സൗന്ദര്യത്തിന്റെ പ്രത്യേകതകൾ, ഇതെല്ലാം കണ്ടിട്ട് അവര് ഭഗവാന്റെ ദാസികളായി മാറി. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ ദാസികളായി, ദാസന്മാരായി മാറാൻ നമുക്ക് കഴിയണമെന്നാണ്. അപ്പൊ നമ്മള് ഹരേ കൃഷ്ണ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്നത്തെ ചാപ്റ്റർ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം. കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്ലോകം ഒന്ന് വായിച്ച് നമുക്ക് പോകാം. ഹരേ കൃഷ്ണ. ശ്ലോകം. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണൗ വെന്തുദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണൗ വെന്തുദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. സൂത ഉവാച. ശ്രീ സൂതഗോസ്വാമി പറഞ്ഞു, സംപ്രസ്ഥിതേ എന്ന് പറഞ്ഞാൽ പോയ ശേഷം, സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണൗ ബന്ധു ദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. സംപ്രസ്ഥിതേ എന്ന് പറഞ്ഞാല് പോയതിന് ശേഷം എന്നുള്ളതാണ്. സംപ്രസ്ഥിതേ ദ്വാരകായ, എവിടെ? ദ്വാരകാപുരിയിൽ. ജിഷ്ണൗ, അർജുനെയാണ് ജിഷ്ണൗ എന്ന് പറയുന്നത്. ജിഷ്ണൗ ബന്ധു, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബന്ധുക്കൾ എന്നുള്ള അർത്ഥമാണ്.
അവരുടെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ വരും. ദിദൃക്ഷയ എന്തിനാണ് പോയത്? അവിടെ സന്ദർശനത്തിനായി. ജ്ഞാതും അറിയാനായി. ച പുണ്യശ്ലോകസ്യ വേദമന്ത്രങ്ങളാൽ പുകഴ്ത്തപ്പെടുന്നത് ആരോ അതാണ്, ആ വ്യക്തിയാണ് ആര്? പുണ്യശ്ലോകൻ എന്ന് പറയുന്നത്. പുണ്യശ്ലോകന്റെ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളാൽ ആരുടെ മഹാത്മ്യങ്ങളാണോ ഉരുവിടുന്നത് ആ ഭഗവാന്റെ. പിന്നെ കൃഷ്ണസ്യ അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ. ച വിജേഷ്ടിതം ഭാവി പരിപാടികളെ കുറിച്ച്. വിജേഷ്ടിതം ഇത്രയും വാക്കുകളാണ് അതിനകത്ത് ഉള്ളത്. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണൗ ബന്ധൂദിദൃക്ഷയ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണോ ബന്ധൂദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. അദ്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം ശ്രീ ഗുരു വൈഷ്ണവംശ്ച ശ്രീരൂപം സാക്ഷാദാതം സഹഗണരഘുനാഥാന്യതം തം സജീവം സാത്വൈതം സാവധൂതം വന്ദന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖന്യതം ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുദേവ് കി ജയ്. പ്രഭുപാദി കി ജയ്. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്. വിഷ്ണു ഗോസ്വാമി മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. വിവർത്തനം. ശ്രീ സൂതഗോസ്വാമി പറഞ്ഞു, അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെയും മറ്റു ബന്ധുമിത്രാദികളെയും സന്ദർശിക്കാനായും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാനുമായി, അതിനെ കുറിച്ച് ആരായാനുമായി ദ്വാരകാപുരിയിലേക്ക് പോയി എന്ന് പറഞ്ഞു. അതെ, ഇവിടെ ഭഗവാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമ്മളിപ്പം ഭഗവത്ഗീത നിങ്ങളെല്ലാം വായിച്ചു, ഭാഗവതവും നിങ്ങൾ ഒരുവിധം വായിച്ചു. അപ്പൊ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ശിഷ്ടന്മാരെ സംരക്ഷിക്കുന്നതിനുമായിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞു. ആ യുദ്ധത്തിൽ വിജയം പാണ്ഡവർക്ക് ലഭിച്ചു. അതിനുശേഷം യുധിഷ്ഠിര മഹാരാജാവിന് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. കാരണം മാനസിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. താനാണല്ലോ എല്ലാത്തിനും കാരണമായി ഭവിച്ചത് എന്നുള്ള ചിന്താഗതി അദ്ദേഹത്തിനെ വളരെയധികം ഉലച്ചു. അത് കഴിഞ്ഞ് തൻ്റെ വലിയച്ഛനും വലിയമ്മയും ഒക്കെ വിട്ടുപോയി. ഇതൊക്കെ അദ്ദേഹത്തെ ബാധിക്കുന്നതായിരുന്നു. അപ്പൊ മഹാരാജാവ് അതിനുശേഷം ഇനിയും ധർമ്മം സംസ്ഥാപിച്ചതിന് ശേഷമാണ് ഭഗവാൻ വിട്ടുപോകുന്നത് അവിടെ. അതിനുശേഷം ഇനി അവിടെ അതോടുകൂടി അദ്ദേഹത്തിന്റെ ബാക്കി എല്ലാവരെയും വധിക്കേണ്ടവരെ എല്ലാം 1, 2, 3 ഇങ്ങനെ കുഞ്ഞായി കിടന്നപ്പത്തോട്ട് ആദ്യം ഒരു സ്ത്രീയെ വധിച്ചു തുടങ്ങിയതാണ് അല്ലെ. അപ്പൊ അവിടുന്ന് ആ സ്ത്രീവധത്തിൽ നിന്ന് തുടങ്ങി വേണ്ടവരെ എല്ലാം ഇവിടുന്ന് പറഞ്ഞയക്കേണ്ടവരെ എല്ലാം പറഞ്ഞു വിട്ടു. കാരണം ഭഗവാന്റെ ഇതനുസരിച്ച് പോവേണ്ടവരെ ഒക്കെ ഭഗവാൻ പറഞ്ഞു വിട്ടതിന് ശേഷം ഭഗവാൻ ധർമ്മവും പുനഃസ്ഥാപിച്ചു. അതിനുശേഷം അദ്ദേഹം പോകേണ്ട അവതാരോദ്ദേശം എല്ലാം അദ്ദേഹം വന്നത് എന്തിനാണോ അതെല്ലാം സഫലമായി. അതിനുശേഷം അദ്ദേഹത്തിന് പോകാനായി എന്നുള്ള സംശയം എല്ലാവർക്കും ആർക്കുണ്ട്? യുധിഷ്ഠിരനും ഉണ്ട്, ഇല്ലാതില്ല. അപ്പം അവിടെ അദ്ദേഹം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ശാശ്വത മിത്രമാണ്, ഭഗവാന്റെ ശാശ്വത മിത്രമാണ് ആരെ? അർജുനൻ. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ശാശ്വത മിത്രം എന്ന് പറയാൻ കാരണം എന്താണ്? ആർക്കെങ്കിലും പറയാം? എല്ലാ ജന്മത്തിലും ഭഗവാനോടൊപ്പം വരുന്നു. അതോടൊപ്പം തന്നെ അർജുനന്റെ ശ്വാസത്തിൽ പോലും കൃഷ്ണ 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 എന്നുള്ളത് ആണ് കേൾക്കുന്നതെന്ന്. കാരണം നാരായണനുമായിട്ട് അല്ലെ എപ്പോൾ ഭഗവാൻ വരുന്നോ ഭഗവാന്റെ കൂടെ വരാൻ തയ്യാറായി നിൽക്കുന്ന ആ നര വേഷമാണ് അർജുനൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നരനാരായണന്മാരുടെ ആ ഭാവമാണ് എവിടെയും ഉള്ളത്.
ഇവിടെ അർജുനനും അതുപോലെ കൃഷ്ണനും ഉള്ളത്. അങ്ങനെ അതുപോലെ കൃഷ്ണ ഭഗവാന്റെ ഇനിയും അദ്ദേഹം പോയി കഴിഞ്ഞു, ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, അദ്ദേഹത്തിന് എന്താണ് ഉദ്ദേശം? കാരണം ഭഗവാന്റെ ഉദ്ദേശം നടത്തി കൊടുക്കുകയാണല്ലോ ഇവരുടെ ഭഗവാൻ എന്ത് വിചാരിക്കുന്നു അതിനെ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് പാണ്ഡവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട്, അല്ലെങ്കിൽ അവരുടെ ധർമ്മമായിട്ട് അവര് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാൻ അർജുനനെ ദ്വാരകയിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ, അതിനെക്കുറിച്ച് അതേ ഉള്ളൂ. ഇനിയും ശ്ലോകം 2 പറയുന്നത് വ്യതീതാകതിചിന്മാസ സ്തദാനായ തതോ അർജുന ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഹ വ്യതീതാകതിചിന്മാസ തദാ ന ആയാത്തമോ അർജുന ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഹ വ്യതീതാകതിചിന്മാസ തദാ നായാത്തതോ അർജുന. അവിടെ അർജുന എടുക്കണം. ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഹ. വ്യതീത കുറച്ചു കാലമായി കടന്നുപോയ ശേഷം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലമായിട്ട്, കതിചിത് കുറെ, മാസങ്ങൾ, തഥാ ആ സമയം, ന ആയാത് മടങ്ങി വന്നില്ല, തതഹ അവിടെ നിന്നും, അർജുന അവിടെ അർജുനഹ എന്ന് പറഞ്ഞാൽ അർജുനൻ ഏകവചനമാണ്. ദദർശ ദർശിച്ചു, ഘോര ഭയാനകമായ കാര്യങ്ങൾ, രൂപാണി മായാരൂപങ്ങൾ, നിമിത്താനി പല നിമിത്തങ്ങളും ദുശകുനങ്ങളും കണ്ടു. കുരുദ്വഹ മഹാരാജാവ് യുധിഷ്ഠിരൻ ആ സമയത്ത് അർജുനനെ വിട്ടുകഴിഞ്ഞു, അർജുനനെ തിരിച്ചു കാണുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിന് വളരെ മനസ്സ് വളരെയധികം വെമ്പൽ കൊള്ളുന്നതായി തോന്നി, വളരെ പ്രയാസം മനസ്സിൽ അനുഭവപ്പെട്ടു. അപ്പൊ അതിന്റെ വിവർത്തനത്തിൽ പറയുന്നു, കുറെ മാസങ്ങൾ കടന്നുപോയി, പക്ഷെ അർജുനൻ മടങ്ങി വരുന്നില്ല. അതിനാൽ മഹാരാജാവ് യുധിഷ്ഠിരന് എന്തൊക്കെയോ മംഗളമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതായി തോന്നി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഘോരവും ഭയാനകവുമായ മായാരൂപങ്ങളൊക്കെ വന്ന് മറയാൻ തുടങ്ങി, ദുശകനങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായി. കാരണം നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അതിന് പകരമായിട്ട് ചില അശുഭമായ കാര്യങ്ങൾ മനസ്സിൽ കൂടി കടന്നു പോകാറുണ്ട് എന്നുള്ളതാണ്. വ്യതീതാ കതിചിന്മാസ തദാ നായാത്തതോ അർജുന ദദർശ ഘോരരൂപാണി നിമിത്താനി ഗുരുദ്വഹ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ ശ്ലോകം. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്യതീതാകതിചിന്മാസ തദാ നായാത്തതോ അർജുനഃ ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഹ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വ്യതീതാകതിചിന്മാസ തദാ നായാത്തതോ അർജുനഃ ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഹ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വ്യതീതാകതിചിന്മാസ തദാ നായാത്തതോ അർജുന ദദർശ ഘോരരൂപാണി നിമിത്താനി കുരുദ്വഹ. ഹരേ കൃഷ്ണ. അതില് കതിചിത് വ്യതീത കതിചിത് മാസ തദാ ന ആയാത്തത. കേട്ടോ, ന ആയാതെ മടങ്ങി വന്നില്ല. ന ആയാ തതഹ, അത് പിരിക്കുന്ന അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ല. കതിചിത് മാസഹ, അവിടെ വിസർഗം ഉള്ളത് കൊണ്ടാണ് തദ എന്ന് വന്നിരിക്കുന്നത്. മാസഹ തദാ ന ആയാത്തത. ന ആയാത് തതഹ അർജുന, അവിടെയും വിസർഗമുണ്ട്. ന ആയാത് തതഹ അർജുനഃ, അങ്ങനെ എടുക്കണം. പിന്നെ അവിടെ പ്രത്യേകിച്ച് പറയാൻ ഒന്നുമില്ല. ദദർശ ഘോരരൂപാണി നിമിത്താനി ഗുരുദ്വഹ. ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ് ഭഗവാനെ കുറിച്ച്. അപ്പം അദ്ദേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ, നമുക്ക് അനുഭവത്തിനായ നമ്മളെപ്പോഴും നമുക്ക് രാവിലെ തൊട്ട് വൈകോളം സൂര്യൻ വരും, അല്ലെ? സൂര്യനെ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കും. സൂര്യൻ വന്നിട്ട് നമുക്കൊന്നും കാണാനും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ
സൂര്യനേക്കാൾ അത്യധികം ശക്തിമാനും അനശ്വരനും അനന്തനുമാണ്. കാരണം എന്താണ്? നിങ്ങൾക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ആരെങ്കിലും ശ്രമിക്കൂ. സൂര്യനേക്കാൾ അധികം ശക്തിമാനാണ്, അനശ്വരനാണ്, അനന്തനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാ? നമുക്ക് ഈ സൂര്യനെ കാണണമെന്നുണ്ടെങ്കിൽ ആരുടെ അനുവാദത്തോടാണ് സൂര്യൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ചക്ഷുരേഷ സവിതാസകലഗ്രഹാണ രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജാഹ യസ്യാജ്ഞയാ ഭ്രമതി സംവൃത കാലചക്രോ ഗോവിന്ദമാദീ പുരുഷം തമഹം ഭജാമി. അല്ലെ? അപ്പൊ ആരുടെ ആജ്ഞയാലാണോ ഈ സൂര്യൻ ഓരോ എന്താണ് ഓരോ യൂണിവേഴ്സസിലും ഇപ്രകാരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ശക്തി എല്ലാവർക്കും അനുഭവവേദ്യമാക്കി കൊണ്ടിരിക്കുന്നത്. ഒരു സൂര്യനെ കണ്ടില്ലെങ്കിൽ നമുക്കറിയാം എന്താണ്, ഇരുട്ടിന്റെ പ്രളയമായിരിക്കില്ലേ? അപ്പൊ അങ്ങനെ സൂര്യൻ രാവിലെ 6 മണിയാകാൻ നമ്മൾ കാത്തിരിക്കുന്നു. ആ സൂര്യന്റെ വരവ് എല്ലാവരും എതിരേൽക്കുന്നു. ആ സൂര്യൻ വരാൻ കാരണമായി നിൽക്കുന്നത് ആരാണോ ആ വ്യക്തി. അപ്പൊ അങ്ങനെ ഓരോ യൂണിവേഴ്സിലും ഓരോ പ്രപഞ്ചത്തിലും ഇപ്രകാരം അനുഭവവേദ്യമാക്കി കൊടുക്കാൻ കാരണമായിരിക്കുന്നത് ഭഗവാനാണ്. അപ്പം സൂര്യനേക്കാൾ അത്യധികം ശക്തിമാനാണ് എന്ന് പറയും. നമുക്കറിയാം ഓരോ വൃന്ദാവനത്തിലുള്ള ഭഗവാന്റെ ആ പ്രകാശമാണ് ഈ പ്രപഞ്ചത്തെ ആകെ, എന്ന് വെച്ചാൽ പ്രപഞ്ചമല്ല, വൈകുണ്ഠങ്ങളെ ആകെയും പിന്നെ ഉള്ള എല്ലാത്തിനെയും എന്താണ് വെളിച്ചമുള്ള ശ്രേയസ്സുള്ളതാക്കി അല്ലെങ്കിൽ പ്രകാശമാനമാക്കി തീർന്നു. എവിടെ നിന്നാണ് ഈ ജ്യോതി വരുന്നത്? ഭഗവാന്റെ ശരീരത്തിലുള്ള ആ പ്രകാശമാണ് എല്ലായിടവും പരത്തി അവിടെ എല്ലാം പ്രകാശമാനമാക്കി തീർക്കുന്നത്. അവിടെ എങ്ങും ഒരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല, ഒരു വിളക്ക് കൊളുത്തി വെക്കേണ്ട ആവശ്യമില്ല, ഇതിന്റെ ആവശ്യമില്ല. ഭഗവാനിൽ നിന്ന് വരുന്ന പ്രകാശം കൊണ്ട്, പ്രകാശധ്വനിമ കൊണ്ട് അവിടെ എല്ലാം അങ്ങനെ പ്രകാശമാനമാക്കി തീർത്തിരിക്കുകയാണ്. അപ്പൊ ആ ഭഗവാന്റെ ആജ്ഞയിലാണ് നമുക്ക് ഈ സൂര്യപ്രകാശം ലഭിക്കുന്നത് തന്നെ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സൂര്യനേക്കാൾ എത്ര അധികം ശക്തിമാനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല, അല്ലെ? ഭഗവാന്റെ ശക്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭഗവാന്റെ അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, അതുപോലെ തടസ്ഥ ശക്തി. അന്തരംഗ ശക്തി എവിടെ പ്രകടമാകുന്നു എന്നാ ഞാൻ പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് പറയുമോ? ഭഗവാന്റെ അന്തരംഗ ശക്തി എവിടെയാണ് പ്രകടമാകുന്നത്? രാധാറാണി. ഹരികൃഷ്ണ. രാധാറാണിയാണ് അത് നടത്തുന്നത്, പ്രകടമാക്കുന്നത് വൈകുണ്ഠ ലോകങ്ങളിലാണ് അന്തരംഗ ശക്തി. സർവ്വജീവാത്മാക്കളിലും പ്രകാശമായി നിലകൊള്ളും. അത് പ്രത്യേകിച്ചും ആ ഓരോന്നും സൃഷ്ടി ആവശ്യമായി വരുമ്പോഴും എല്ലാത്തിലും അന്തരംഗ ശക്തി അദ്ദേഹം പ്രകടമാക്കുന്നു. അതിന്റെ പ്രകടമായി നിൽക്കുന്നു വൈകുണ്ഠ ലോകങ്ങളെന്നും പറയാം. പിന്നീട് ബഹിരംഗ ശക്തി എവിടെ കാണാം നമുക്ക്? നമ്മൾക്ക് ബഹിരംഗ ശക്തി ഭൗതിക ലോകത്തിൽ, ഈ ഭൗതിക ലോകമെല്ലാം ബഹിരംഗ ശക്തിയിലാണ്. തടസ്ഥ ശക്തിയോ? മനുഷ്യരെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ ജീവാത്മാക്കളും തടസ്ഥ ശക്തിയാണ്. അപ്പൊ അങ്ങനെ അനന്തമായിട്ടുള്ള ശക്തിമാനാണ്, അനശ്വരനാണ്, അനന്തനാണ്. നമുക്ക് ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. 1000 നാവുള്ള ഒരു അനന്തന് പോലും പാടി തീർക്കാൻ കഴിയാത്തതാണ്, ചിന്തിച്ച് പറയാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിന്റെ ശക്തി. അങ്ങനെ കോടിക്കണക്കിന് സൂര്യന്മാർ അദ്ദേഹത്തിന്റെ ഒരൊറ്റ ഉച്ഛ്വാസ നിശ്വാസത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും മൂലനം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കാരണോദകശായി വിഷ്ണു, അദ്ദേഹത്തിൽ നിന്ന് എന്തുണ്ടാകുന്ന ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു, പല ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ഇതെല്ലാം ചന്ദ്രനും സൂര്യനും എല്ലാം വേറെ ഉണ്ട്. അങ്ങനെ ഓരോന്നും ഉണ്ടാവുകയും വേണ്ട സമയത്ത് അതിനെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അങ്ങനെ ഭൗതിക ലോകത്തിലെ എല്ലാ സൃഷ്ടിയുടെയും അത് സ്രോതസ്. നമ്മൾ പറയുന്ന ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചാൽ അതിന്റെ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രപഞ്ചത്തിന്റെ സ്രോതസ്സായിട്ട് സൂര്യൻ നിൽക്കുന്നു. അപ്പം അതിനെ കാരണമായി നിൽക്കുന്ന, അതിന്റെ ഹേതുവായി അതിന്റെ അവശ്യ തത്വങ്ങളെല്ലാം നൽകുന്ന, അതിന്റെ കാരണമായി നിൽക്കുന്ന ഒരു സൂര്യനായിട്ട് വേണമെങ്കിൽ ഭഗവാനെ കാണുക. എല്ലാത്തിനും, സർവ ബ്രഹ്മാണ്ടങ്ങളിലുമുള്ള എല്ലാത്തിനും ഹേതുവായിട്ടാണ് ആ തൃപ്പാദങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി.
അപ്പം ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം നിമിത്തം നമ്മുടെ സമാധാനത്തിനും സമൃദ്ധിക്കും വിശേഷിച്ച് ധർമ്മത്തിനും ജ്ഞാനത്തിനും വേണ്ടിയുള്ള എല്ലാ അനുസാരികളും ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യവേളയിൽ ഭുവനത്തിൽ പൂർണ്ണമായും പ്രകാശനം ചെയ്യപ്പെട്ടിരുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ വന്നപ്പോൾ നമുക്കറിയാം, ഭഗവാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ഒരുക്കിയതിന് ശേഷമാണ് എന്ന് നമ്മൾ 10ാം സ്കന്ധത്തിലാണ് അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് വേറെ ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്കത് എങ്ങനെ എന്നുള്ളത് കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മുതൽ 9 വരെ ഉള്ള സ്കന്ധങ്ങൾ പഠിച്ചതിന് ശേഷമേ 10ലേക്ക് പോകാവൂ എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളെയാണ് കൂടുതൽ പ്രാധാന്യം. ഇവിടെ എങ്ങനെയാണ് ഭഗവാന്റെ വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടാണ് ഭഗവാൻ വന്നത് എന്നുള്ളതും, അദ്ദേഹത്തിന്റെ ലീലകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാം ഇവിടെ എത്തിച്ചു, എല്ലാവർക്കും ആജ്ഞ കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം തിരിച്ചു പോയോ, പോവാൻ പോകുന്നോ എന്താണെന്നൊന്നും യുധിഷ്ഠിര മഹാരാജാവിന് അറിയില്ല. കുന്തിദേവിയുടെ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് ഇവിടെ നടക്കുന്ന അവസരത്തിൽ അങ്ങയുടെ കാലിലെ പാദം, അദ്ദേഹത്തിന്റെ പാദത്തിലെ ആ ചിഹ്നങ്ങളെല്ലാം ഈ സ്ഥലത്ത് ഓരോ മണ്ണിൽ പതിഞ്ഞിട്ട് ആ ഭാഗം എത്ര മനോഹരമായി ശോഭിച്ചിരുന്നു എന്നൊക്കെ കുന്തിദേവിയുടെ പ്രാർത്ഥന വേളയിൽ നമ്മൾ വായിച്ചു. അപ്പൊ അങ്ങനെയുള്ള ഇതാണ് അദ്ദേഹം ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ ഭൂമിയെ പ്രകാശമാനമാക്കി തീർത്തിരുന്നു. ഭൂമിയെ ഓരോ പാദവും അദ്ദേഹം വെക്കുന്നത് ആ ഭൂമിയിൽ എത്രമാത്രം ശോഭനീയമായിരുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹം പോയോ, അദ്ദേഹത്തിന്റെ ഈ ദുശകരങ്ങൾ വരാൻ കാരണം എന്താണ്? അപ്പം അർജുനനെ കുറിച്ച് ഒരു കാര്യം ഇല്ലല്ലോ, ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് ചിന്തിച്ചപ്പം വളരെ ഉത്കണ്ഠയുണ്ടായി. തങ്ങളുടെ എല്ലാ വിജയത്തിനും കാരണമായ തങ്ങൾ ഇവിടെ ഈ രീതിയിൽ എത്താൻ കാരണമായത് ഭഗവാന്റെ ആ ഒരു ലീലാവിലാസം കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഈ ഘോരമായിട്ടുള്ള ഈ ചിന്തകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ അന്തർധാനത്തെ സൂചിപ്പിക്കുന്നതാണോ എന്ന് അദ്ദേഹം ശങ്കിച്ചു. കാരണം ഭഗവാൻ പോകുന്നു എന്ന് ആരോടെയും പറയില്ല, ആരോടെയും ഒന്നും അറിയിക്കുകയുമില്ല. ഭഗവാന്റെ ഒരു പ്ലാൻസോ ആർക്കും അറിയത്തില്ല. ഈവൻ ഭഗവാൻ തന്നെയാണ് ബലരാമൻ എന്ന് പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, ഭഗവാനിൽ നിന്നാണ് വന്നത്, ഭഗവാൻ തന്നെയാണ്. കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം, ബാക്കി എല്ലാ ഭാവങ്ങളും എല്ലാം അദ്ദേഹമാണ്. ആരായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നതും അദ്ദേഹമാണ്. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അജ്ഞാതമായിട്ടും നടക്കുന്നുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് അദ്ദേഹത്തിന് ആയിട്ട് നടക്കുന്നതും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വേറെ ആർക്കും അദ്ദേഹത്തിന്റെ പ്ലാൻസിനെ കുറിച്ച് അറിയാൻ പറ്റുകയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രാധാറാണിയും അദ്ദേഹത്തിന്റെ ശക്തി, സച്ചിത്, ആനന്ദ സ്വരൂപമായിട്ട് വരുന്ന ആ ഭാവങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. ഭഗവാന്റെ ചിത്ത്, ആനന്ദ സ്വരൂപിണിയായിട്ട് രാധാറാണി, ആ എല്ലാ ഭാവങ്ങളെയും അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് ബലരാമനുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ശരിക്കും ചില കാര്യങ്ങൾ അവിടെ സ്പഷ്ടമാക്കാതിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ അത് നമുക്ക് ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും അല്പമെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഉപശാന്താത്മാ എന്ന പദവിയിലെത്തണം. എങ്ങനെയാണ് ഉപശാന്താത്മാ ആയിത്തീരുന്നത്? നമ്മളുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. മനസ്സിനെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം, അതുപോലെ ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇത് രണ്ടുമാണല്ലോ നമുക്ക് ഏറ്റവും പ്രയാസമുള്ളത്. അങ്ങനെ എത്തുമ്പോൾ നമ്മൾ എന്തായി മാറും? ഉപശാന്ത എന്ന ആ പൊസിഷനിലെത്തും. അങ്ങനെ കഴിയണമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ചിന്തകളിൽ നിന്നും, നമ്മുടെ കുടുംബ ചിന്തകളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും ഒക്കെ നമ്മളെ എന്തായി മാറണം? വിഗതേഷണന്മാരായി മാറണം. ഇത് നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പം എന്താണ്? ആ ചിന്തകൾ നമ്മളെ അലട്ടാതെ, അതിനെക്കുറിച്ച് യാതൊരു ചിന്തകളും നമുക്കില്ലാത്ത ഒരു രീതിയിൽ എത്തുമ്പോൾ ഭഗവാനെ കുറിച്ച് കുറേശ്ശെയായി വെളിച്ചം വരും. സൂര്യൻ ഉദിച്ച് ആദ്യമേ അല്പാൽപമായി സൂര്യപ്രകാശം വരുന്നത് പോലെ ഇതൊക്കെ കുറച്ച് വരുമ്പോൾ നമുക്ക് ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ വന്ന് ഹരിഭാവനയിലെത്തണം. അപ്പം ഭഗവാനിൽ തന്നെ മാത്രം മുഴുകുന്ന ഒരു സ്റ്റേജ് എത്തുന്ന ഒരവസ്ഥ വരുന്നവർക്ക് ഭഗവാനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാകും. അങ്ങനെ ആ ത്രിഗുണങ്ങളുടെ കണ്ടാമിനേഷൻസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നമ്മൾ അവിടെ നടത്തും. അല്ലാതെ അതിൽ നിന്ന് പൂർണ്ണമായി മാറുക എന്നുള്ളതല്ല.
അതിൽ നിന്ന് മാറാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ നമ്മള് ഭഗവാനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ, കുറച്ചൊക്കെ എന്ന് വെച്ചാൽ വളരെ കുറച്ച് അങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അല്ലാതെ ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയില്ല. അപ്പൊ ഇവിടെ യുധിഷ്ഠിരൻ ഇങ്ങനെ അനിയനെ തിരക്കിയിരിക്കുകയാണ്. യുധിഷ്ഠിരൻ വളരെ ഭയാനകമായ സ്വപ്നങ്ങളൊക്കെ കാണുന്നു. ഇതിന് കാരണം എന്താണ് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം മനുഷ്യർക്ക് ഒന്നും അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കണം. കാരണം നമ്മൾ വിചാരിക്കും അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ കഥ വായിക്കുന്നത് പോലെയാണ് അല്ലെ, വീക്കിലി മാഗസീനും ഒക്കെ വായിക്കുന്നത് പോലെ നമ്മളിങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പ്ലാൻ ചെയ്തതൊന്നും നമുക്ക് നടന്നു കിട്ടുമോ എന്ന് സംശയമാണ്. ശിവനെതിര ഒരു ശ്ലോകം ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. പ്രമത്തമുച്ചൈരിതികൃത്യ ചിന്തയാ പ്രബുദ്ധ ലോകം വിശേഷരാലസം എന്ന് പറയുന്നുണ്ട്. ആ ത്വമപ്രമത്ത സഹസാ വിപത്യസ്പത്യതേ ചുല്ലേലിരാനോഹിർ ഇവാക്കുമന്തഹ എന്നാണ്. അതിന്റെ അർത്ഥം ഈ ശരീരമാണ് ആത്മാവെന്ന ചിന്തയിൽ നമ്മളെല്ലാം കെട്ടിപ്പടുത്തി വെക്കുകയാണ് അല്ലെ. ഭൗതികതയിൽ മുടിയ കാരണം നമുക്ക് ആധ്യാത്മികതയെ മാടെ അങ്ങ് മറന്നു. നമ്മൾ ഈ ഭൗതികതയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് ആ ഒരു ആധ്യാത്മികതയെ കുറിച്ച് എല്ലാം അങ്ങ് മറക്കുകയാണ് നമ്മൾ ചെയ്തത്. അതിലേക്ക് ഒരു തുള്ളി വെളിച്ചം എന്നതുപോലെയാണ് ചില ശുദ്ധഭക്തന്മാർ നമ്മളെ എത്തിക്കുന്നത്. അതൊരു തുള്ളി വെളിച്ചമാണ് നമുക്ക് അവിടെ കിട്ടുന്നത് എന്ന് മറക്കരുത്. നമ്മൾ ഇന്ന് വായിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഭാഗവതം ഒന്ന് പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ഒരു സപ്താഹമൊക്കെ നടത്തുമ്പോഴത്തേക്ക് നമ്മളൊരു വലിയ ആളായി എന്ന ഭാവം നമുക്ക് തോന്നും. എനിക്ക് അത് വായിക്കാൻ കഴിയുന്നു, ഇത് വായിക്കാൻ കഴിയുന്നു, ഈ ഭാവമൊക്കെ നമ്മളിൽ ഉണ്ടാകും. നമ്മളുടെ അഹങ്കാരം നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കും. നമ്മൾ അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്കത് പറയാൻ കഴിയും, അല്ലെ എനിക്ക് നല്ല ഭംഗിയായി ക്ലാസ് എടുക്കാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് നല്ല ഭംഗിയായിട്ട് ഭാഗവത സപ്താഹം നടത്താൻ കഴിയും. ഇങ്ങനൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മളുടെ തീർന്നു. നമ്മുടെ അഹങ്കാരം അവിടെ നമ്മളെ കുടിയിലേക്ക് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന്. അപ്പൊ ആധ്യാത്മികതയെ മറന്നു വന്ന നമുക്ക് എന്താണ് എല്ലാ പ്രത്യാഘാതങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അപ്പൊ നമുക്ക് ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭഗവാനെ കുറിച്ച് ഒരു വെട്ടമെങ്കിലും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഭയങ്കര കുറ്റാക്കുറ്റിരട്ടത്ത് എന്താണ് ആ വെളിച്ചം തരുന്ന ആ ഒരു ജീവിയുണ്ട്. അതുപോലെയാണ് നമുക്ക് നമ്മുടെ അഹങ്കാരം മാറിക്കഴിയുമ്പോൾ, നമുക്ക് കുറച്ചെങ്കിലും മാറിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രകാശമെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തുഷ്ടാമയാ ഗുണോദാർക്കോ എന്ന് പറയും. നമ്മൾ ആ ആസ്വാദനത്തിന്റെ ആ തലങ്ങൾ നമ്മൾ കടന്നിരിക്കും. അങ്ങനെ നിവൃത്ത കർവാശയിലെത്തും. നമ്മുടെ ചുമതലകളെല്ലാം റിനൗൺസ് ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി ഒന്നുമേ ചെയ്യുന്നില്ല, എല്ലാം ഭഗവാന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഭാവം അവിടെ ഉണ്ടായിട്ട് നമ്മള് സന്യസ്താഖില കർമ്മണഹ എന്ന ഭാവത്തിൽ നമ്മൾ എത്തണം. എല്ലാം ഭഗവാന് വേണ്ടിയാണ്, എനിക്കൊന്നുമില്ല എന്ന രീതിയിൽ അവിടെ എത്തുന്നു. അപ്പൊ ഇവിടെ യുധിഷ്ഠിരൻ ഇത്രയും അറിവുള്ള ആളാണ്. അദ്ദേഹം ഭഗവാന്റെ പാദപത്മത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് ശ്രദ്ധ. എന്നിരുന്നാൽ പോലും അവിടെ അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടായി. ഞാൻ കാരണമാണല്ലോ എല്ലാം സംഭവിച്ചത്, എനിക്ക് ഞങ്ങൾക്ക് രാജ്യം കിട്ടാൻ വേണ്ടിയാണല്ലോ ഇത് സംഭവിച്ചത് എന്നൊക്കെയുള്ള ഭാവം അവിടെ ഉണ്ടായിരുന്നു ചെറുതായിട്ടെങ്കിലും. അപ്പൊ ഇവിടെ ഭഗവാനാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നുള്ളത് മറക്കാതിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ഭഗവാന്റെ അന്തർധാനമായോ, ഭഗവാൻ പോവുകയാണോ എന്നുള്ള ഭയം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് ഇവിടെ എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഉപശാന്താത്മനാകാൻ നമ്മൾ നോക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് കാലസ്യ ചാഗ്യതിൻ രൗദ്രാം വിപര്യസ്തോ ധർമ്മിണഃ പാപീയസീന്ദ്രനാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം കാലസ്യ ജഗതിം രൗദ്രാം വിപര്യസ്ത ഋതുധർമ്മിണഃ പാപീയസീന്ദ്രനാം വാർത്താ ക്രോധലോഭാനൃതാത്മനാം. കാലസ്യ ജഗതിം രൗദ്രാം, കാലസ്യ ച ഗതിം രൗദ്രം, രൗദ്രാം എന്നാണ്. രൗദ്രാം വിപര്യസ്ത ഋതു ധർമ്മിണഃ പാപീയസി നൃണാം വാർത്താം ക്രോധ ലോഭ അനൃത ആത്മാന. കാലസ്യ അനാദ്യന്തമായ കാലത്തിന്റെ കാലം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞൊന്നുമില്ലേ, ഞാൻ
കാലമാണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ കാലസ്യ അനാദ്യന്തമായ കാലത്തിന്റെ ച ഗതിം ഗതി രൗദ്രം ഘോരമായിട്ടുള്ളത്, ഘോരരൂപം. വിപര്യസ്ത അതിന് വിപരീതമായി ഋതു എന്ന് വെച്ചാൽ ഋതുക്കള്, കാലങ്ങൾ വരുന്നത്, മാറ്റി മാറി മാറി വരുന്നത്. ധർമ്മിണഹ എന്ന് പറഞ്ഞാല് ക്രമീകരണങ്ങള്. പാപീയസി പാപകരമായ. നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ. വാർത്താം ഉപജീവന മാർഗങ്ങൾ. ക്രോധ അത് മലയാളത്തിലെ ക്രോധം തന്നെ, ലോഭവും അത് തന്നെ. അനൃത എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക. ആത്മാനാം ജനങ്ങളുടെ. അപ്പം കാലസ്യച ഗതിം രൗദ്രാം വിപര്യസ്തു ഋതധർമ്മിണഃ പാപീയസി നൃണാം വാർത്താം ക്രോധ ലോഭ അനൃതാത്മന. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാലസ്യ ച ഗതിം രൗദ്രാം വിപര്യസ്തു ധർമ്മിണഃ പാപീയസീം നൃണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം. ഹരേ കൃഷ്ണ. കാലസ്യ ച ഗതിം രൗദ്രാം വിപര്യസ്തർധർമ്മിണ പാപീയസീം നൃണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവിടെ ഉള്ള ഓർത്തിരിക്കേണ്ട വാക്കുകള് വിപര്യസ്തർത്തു കർമ്മിണഃ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. വിപര്യസ്തർത്തു ധർമ്മിണഃ. വിപര്യസ്ത എന്ന് പറഞ്ഞതിന് ശേഷം ഋതു എന്നൊരു വാക്കാണ്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് വിപര്യസ്തർതു എന്ന് പറയുന്നത്. വിപര്യസ്ത ഋതുക്കള്. ധർമ്മിണഃ അതാണ് വിപര്യസ്തു ഋതു ധർമ്മിണഃ എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ക്രോധലോഭ നൃതാത്മന. ക്രോധലോഭ അനൃതാത്മന. ലോഭാന്ന് നീട്ടി പറയുന്നത് കൊണ്ടാണ് നമ്മള് ക്രോധലോഭ അനൃതാത്മന എന്ന് പറയുന്നത്. ക്രോധലോഭ അനൃതാത്മന എന്നാണ് വാക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം വായിക്കാൻ. ഈ രണ്ട് വാക്കുകളാണ് അവിടെ പ്രധാനപ്പെട്ടത്. വിപര്യസ്തർത്തു ധർമ്മിണഃ എങ്ങനെ പിരിക്കും? അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ ശ്ലോകം വായിക്കുമ്പോൾ വിപര്യസ്തർത്തു ധർമ്മിണഃ, നമ്മൾ അതിന്റെ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ അത് വായിക്കുന്ന രീതിയേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഓർക്കണം. വൃത്തവും അലങ്കാരവും ഒക്കെ നമ്മൾ അങ്ങ് വിട്ടിട്ട് നമ്മൾ അതിന്റെ വാക്കിനെ നമ്മൾ മനസ്സിൽ ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് വിപര്യസ്ത ഋതു ധർമ്മിണഃ. അതുപോലെ ക്രോധ ലോഭ അനൃതാത്മന. ആ രണ്ട് വാക്കുകളും പ്രധാനമാണ്, വായിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പാടുള്ളതാണ്. അപ്പൊ അനാദ്യന്തമായ കാലചക്രങ്ങളുടെ ഗതിക്ക് മാറ്റം സംഭവിച്ചത് ദർശിച്ച് അദ്ദേഹം അത്യന്തം ഭയചകിതനായി. ഋതുക്കളുടെ ആനുപൂർവ്യങ്ങൾക്ക് ഭംഗമുണ്ടായി. സാമാന്യ ജനങ്ങൾ അത്യാഗ്രഹികളും വഞ്ചകരും ശുണ്ഠിയുള്ളവരുമായി തീർന്നു. മാത്രവുമല്ല, അവർ അത്യന്തം ഹീനമായ ഉപജീവന മാർഗങ്ങൾ സ്വീകരിക്കുന്നതായും അദ്ദേഹം ദർശിച്ചു. അവിടെ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തെല്ലാം മാറ്റം അവിടെ ഉണ്ടായി. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് നേരത്തെ കേട്ടുള്ള ഒരു ശ്ലോകമാണ്. കേചിത് കേവലയാ ഭക്യ വാസുദേവ പരായണ അഹം ധുന്വന്തി കാസ്നേയ നിഹാരമിവ ഇവ ഭാസ്കര. അപ്പൊ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഭക്തി ഉള്ളിലുണ്ടെങ്കിൽ, ഭക്തിയാണ് ഏറ്റവും പ്രധാനം, അവിടെ നമുക്ക് ക്രോധമോ ഒന്നും വരില്ല. എന്താണ് സൂര്യൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? രാവിലെ സൂര്യൻ നമ്മളെ വിളിച്ചുണർത്തുന്നു എന്ന് നമ്മൾ പറയും അല്ലേ? ആദ്യം ഒരുപാട് മഞ്ഞുള്ള സ്ഥലത്താണെങ്കിൽ സൂര്യപ്രകാശം വരുമ്പോൾ ആ മഞ്ഞുരുകും എന്ന് പറയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ക്രോധവും മോഹവും കൊണ്ട് എന്തായിരിക്കുന്നു? അതുപോലെ അനൃതാത്മന, അനൃതത്വവും കൊണ്ട് അങ്ങനെയുള്ള ആത്മാവാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സിനെ. ക്രോധ ലോഭ മോഹം മതമത്സരാദികളാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ മനസ്സിനെ അങ്ങ് അനർഥാത്മന വഞ്ചകത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ പോലും അങ്ങനെ എന്താണ് ഇരുട്ടിനെ സൂര്യൻ വരുമ്പോൾ എങ്ങനെ ഇല്ലാതാക്കുന്നുവോ എന്നുള്ളത് പോലെ ഇവിടെ എന്താണ്? അപ്പം ഇരുട്ടിനെ സൂര്യൻ ഇല്ലാതാക്കുന്നത് പോലെ ഈ ക്രോധ ലോഭ മോഹ മതമത്സര്യാദികൾ കൊണ്ട് അനൃതമായിരിക്കുന്ന ആ ഒരു മനസ്സാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഉള്ളത്. അവിടെ സൂര്യൻ വരുമ്പോൾ മഞ്ഞുരുക്കി മാറുന്നത് പോലെ ഒരുപാട് മഞ്ഞ് കിടപ്പുണ്ട്.
പക്ഷെ സൂര്യൻ വരുമ്പോഴത്തേക്ക് അത് ഉരുകിയില്ല. അഥവാ നമ്മള് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അറിയാം, മഞ്ഞ് കട്ടികളാണ് കിടക്കുന്നത്, എങ്കിൽ പോലും നല്ല വെളിച്ചം കിട്ടുമ്പോൾ അതങ്ങ് അരിഞ്ഞില്ലാതാകുന്നത് പോലെ. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിട്ട് അൺഅലോയ്ഡ് ആയിട്ടുള്ള ഡിവോഷണൽ സർവീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഭഗവാന് വേണ്ടി ഭക്തിയുത സേവനത്തിൽ നമ്മൾ പൂർണ്ണമായി മുഴുകുകയാണെങ്കിൽ, നമുക്ക് എന്താണ്, നമ്മുടെ പാപപ്രവർത്തനങ്ങളുടെ കളകളെ വേരോടെ പറിച്ചു കളയാൻ പറ്റും. അത് പ്രത്യേകം ഓർക്കേണ്ട ഒന്നാണ്. ഇതിനു മുമ്പ് അത് പറയുന്നത്. അപ്പൊ അതെ, കേചിത് കേവലയാ ഭക്യ വാസുദേവ പരായണ അഖം ധുന്വന്തി കാസ്നേയ നീഹാരമിവ ഭാസ്കര. ഭാസ്കരൻ വരുമ്പോൾ നീഹാരം മാറുന്നു. ഭാസ്കരൻ സൂര്യൻ, നീഹാരം മഞ്ഞ്, അത് മാറുന്നത് പോലെ എന്താണ്, ആ ഭക്തിയ കേചിത് കേവലയാ ഭക്തിയ, ഭഗവാനിലുള്ള ആ ഭക്തിയുത സേവനം നമ്മളെ മനസ്സോടുകൂടി നല്ല ചിന്തയോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഈ കാമക്രോധ മോഹ ലോഭ മതമത്സര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുമാറും. ആ അനിർതത്വം നമ്മളിലേക്ക് വരികയേയില്ല. വഞ്ചന എന്നുള്ളത് നമ്മുടെ മനസ്സിനെ തൊടുകയേയില്ല. എന്ത്, നമ്മുടെ മനസ്സെപ്പോഴും ഭഗവാന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ അത് പഠിച്ചില്ല, അതൊന്നും വായിച്ചില്ലല്ലോ, ഇതൊന്നും വായിച്ചില്ല. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, രൂപഗോസ്വാമി പറഞ്ഞിരിക്കുന്നത് എന്താണ്, സനാതന ഗോസ്വാമി പറഞ്ഞിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭു എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ അതറിഞ്ഞില്ലല്ലോ ഇതറിഞ്ഞില്ല, ഇങ്ങനെയുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിൽ വരത്തുള്ളൂ. നമ്മൾ ചെയ്യുന്നതൊക്കെ അയ്യോ ഞാൻ അത് ചെയ്തില്ലല്ലോ, ഇതോ അത് നോക്കിയില്ലല്ലോ എന്ന്, അങ്ങനെ നമ്മുടെ മനസ്സങ്ങ് അതിലങ്ങ് വ്യക്തത ഉള്ളതായി മാറും. അപ്പൊ നമുക്ക് ഈ മറ്റുള്ളവരോട് ക്രോധ ലോഭ മതമത്സര്യങ്ങളോ അനർത്ഥത്വമോ ഒന്നും നമുക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ പോയി കഴിഞ്ഞു, കാലഗതികൾ മാറിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ മാറ്റം സംഭവിച്ചു, മനുഷ്യർക്ക് മാറ്റം ഉണ്ടായി. അതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയമായി. കാരണം എന്താണ്, മനസ്സ് താൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇത് സംഭവിക്കുന്നല്ലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. ഋതുക്കൾ മാറി മാറി വന്നപ്പോഴും അതുപോലെ എന്താണ്, ഋതുക്കളുടെ ക്രമീകരണങ്ങളൊക്കെ മാറുന്നു. വേണ്ട രീതിയിൽ കാലങ്ങളെ ആറും വേണ്ട രീതിയിൽ അതിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, ഓരോന്നും മാറി മാറി പ്രവർത്തിക്കുന്നു. അതുപോലെ സാമാന്യ ജനങ്ങൾ, അതാ നല്ലതായി ജീവിച്ചിരിക്കുന്ന ആൾക്കാർ പോലും ഇന്ന് അത്യാഗ്രഹികളായി മാറിയിരിക്കുന്നു. വഞ്ചനയിൽ അനിർതത്വത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നു, ശുണ്ഠിയുള്ളവരായി തീർന്നിരിക്കുന്നു. അത്യന്തഹീനമായ ഉപജീവന മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നതായും അദ്ദേഹം കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ്, കാമക്രോധ മോഹലോഭങ്ങൾ വഞ്ചകത്വങ്ങൾ എന്നിവയൊക്കെ അത്യന്തം അനിയന്ത്രിതമാമിതം പടർന്നു പിടിച്ചിരിക്കുന്നു. തന്റെ രാജ്യത്ത് ഇതിനൊന്നും യാതൊരു കാരണവുമില്ല. കാരണം താൻ അങ്ങനെയൊന്നും അല്ല ഭരിക്കുന്നത്. അദ്ദേഹം ഭഗവാനിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് വേണ്ട രീതിയിൽ ജനങ്ങളെ സ്വന്തം മക്കളാക്കി. അന്ന് ഭീഷ്മദേവൻ കൊടുത്ത ഉപദേശങ്ങളുണ്ടല്ലോ, നമ്മളത് എവിടെയാണ്, സഹസ്രനാമത്തിന് മുമ്പെയുള്ള 4 വരികൾ ഞാൻ എടുത്തിരുന്നല്ലോ. അപ്പൊ അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേപോലെ വേണ്ട വിധത്തിൽ അദ്ദേഹം പാലിച്ചുകൊണ്ട് അദ്ദേഹം ജീവിക്കുന്നു. അങ്ങനെ ഋതുക്കളുടെ ഈ വിന്യാസക്രമത്തിലൊക്കെ മാറ്റം വരാൻ കാരണമാകേണ്ടത് ഇതെന്താണ്, ഓരോ ഋതുവിലും പ്രകടമാകേണ്ട അന്തരീക്ഷ ലക്ഷണങ്ങളൊക്കെ മാറിയിട്ട് മറ്റു രീതിയിൽ അത് പ്രകടമാകുന്നതായി കാണുന്നു. അപ്പൊ അങ്ങനെ ശരത്കാലം വരേണ്ടടുത്ത് വസന്തകാലം പ്രകടമാകുന്നു, വസന്തകാലം വരേണ്ടടുത്ത് ശരത്കാലം വരുന്നു. മരങ്ങളും ചെടികളും പൂക്കുകയും ചെയ്യുന്നതൊന്നും വേണ്ട സമയത്തല്ല. അങ്ങനെ എന്താണ്, വിശ്വാസികൾ വഞ്ചകന്മാരായി മാറുന്നു. തന്റെ രാജ്യമാണെങ്കിൽ ദൈവീക അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നേരിയ വ്യതിയാനം പോലും തിരിച്ചറിയുന്ന മഹാരാജാവ് യുധിഷ്ഠിരൻ വിസ്മിതനാവുകയും തൽക്ഷണം അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ തിരോധനം ചെയ്തു എന്ന് ശങ്കിക്കുകയും ചെയ്തു. അപ്പം താൻ എത്രമാത്രം ശുദ്ധമായിട്ടാണോ ജനങ്ങളെ ഭരിച്ചു പോരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അങ്ങനെ ഈ ദൈവികമായ ഒരു അന്തരീക്ഷമാണ് താൻ രാജ്യത്ത് കൊണ്ടുവന്നത്. അങ്ങനെ ആ രാജ്യത്ത് കൊണ്ടുവന്ന ദൈവികമായ അന്തരീക്ഷത്തിൽ തന്നെ ഒരു വ്യതിയാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്ര വേഗം മനസ്സിലാക്കാൻ ചിലരെ അറിയില്ല. ഒരു രാജാവാണ്, രാജ്യത്തെ മുഴുവൻ എത്രയോ വലിയ രാജ്യം നോക്കി നടത്തുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഭഗവാനിലുള്ള വിശ്വാസം, അദ്ദേഹത്തിന്റെ മനസ്സത്രമാത്രം ശുദ്ധമായതിനാൽ അദ്ദേഹത്തിന് അത് അറിയാൻ കഴിഞ്ഞിരുന്നു. അപ്പം ധർമ്മസംബന്ധമായിട്ടുള്ള കർത്തവ്യങ്ങളിൽ നിന്നും ആൾക്കാർ വ്യതിചലിക്കുന്നതായി അദ്ദേഹം കണ്ടു. അതുപോലെ 4 വർണ്ണങ്ങളാണുള്ളത് നമുക്കറിയാമല്ലോ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇവര് 4 കൂട്ടരും അവരുടെ കർത്തവ്യങ്ങൾ, നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൽ നിന്ന് മാറ്റമുണ്ടായിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ അങ്ങനെ ഉണ്ടായ മാറ്റങ്ങളെല്ലാം അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. കാരണം എങ്ങനെയാണ് കുറെ വർഷങ്ങൾ
അപ്പൊ അദ്ദേഹം ഒരുപാട് കാലമൊന്നും അദ്ദേഹം ഭരിച്ചില്ലെങ്കിലും അദ്ദേഹം ഭരിച്ച കാലം അത്രയും ജനങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഭീഷ്മ പിതാമഹൻ എന്തു പറഞ്ഞു അതിനനുസരിച്ച് അദ്ദേഹം ഭരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ ധർമ്മച്യുതി സംഭവിക്കാൻ പോകുന്ന യുഗം വരാൻ പോകുന്നു എന്നുള്ളത് അവിടെ നമുക്കറിയായിരുന്നു. പക്ഷേ അദ്ദേഹം അതേക്കുറിച്ച് ആലോചിക്കുകയാണ്, എന്താണ് ഈ മാറ്റത്തിന് കാരണം. ഭഗവാൻ ഉള്ളിടത്തോളം, ഭഗവാൻ ഭൂമിയിൽ ഭഗവാന്റെ പാദം ചവിട്ടിയിരിക്കുന്നിടത്തോളം കാലം ഈ ധർമ്മച്യുതിയുള്ള അവസ്ഥ ഉണ്ടാവുകയില്ല. അപ്പൊ അങ്ങനെ അത് ഭഗവാൻ പോകാൻ പോകുന്നത് കൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹം മനസ്സിൽ കാണുന്നു. അപ്പൊ നമ്മൾ 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, ഇവിടെ നിന്ന് ഭഗവാൻ അപ്രത്യക്ഷമായപ്പോൾ ആര് വന്നു, ധർമ്മം ആരാണ് പറഞ്ഞു തന്നത്, പിന്നെ ആരുണ്ടായി ധർമ്മവും കൊണ്ട് ഇവിടെ ഉണ്ടായി എന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ധർമ്മച്യുതി സംഭവിക്കുന്ന ഈ യുഗത്തിൽ അജ്ഞത ഇല്ലാതാക്കുന്നതിനായി ആരാ വന്നത്? ആരാണ്? ആരെങ്കിലും ഓർക്കുന്നോ? ഇരുട്ടിനെ സൂര്യൻ വരുമ്പോൾ എന്താണ് ഇരുട്ട് മാറ്റി പ്രകാശം ചൊരിയുന്നത് പോലെ ഭഗവാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ആര് വന്നു? ഭഗവാൻ ഇവിടുന്ന് പോയപ്പോൾ ആ കലി വരുമെന്ന് അറിയാകുന്നത് കൊണ്ട്, കലി എന്തായാലും തീർച്ചയായും വരും. ഭഗവാൻ ഇവിടെ നിന്ന് കാലെടുത്ത് വെക്കാൻ പോകാൻ ഇരിക്കുകയാണ്, കലി നോക്കിയിരിക്കുകയാണ്, കലിയുടെ കാലം ദീർഘിപ്പിച്ചുകൊണ്ടുപോയി. പിന്നെ നമുക്കറിയാം കുറച്ചു കാലം പരീക്ഷിത് മഹാരാജ ഒന്ന് മാറ്റി നിർത്തി എന്നൊക്കെ നമ്മൾ കഥകളിൽ പഠിച്ചു അല്ലെ. പക്ഷേ ഭഗവാൻ പോയപ്പോൾ ധർമ്മങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തേജോമയനായി ശ്രീമദ് ഭാഗവതം നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. അതുവരെ ഭാഗവതം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഭാഗവതം ഉണ്ടായിരുന്നു. ഭാഗവതം എന്തായിരുന്നു? ഓരോ കാലത്തും, എല്ലാ കാലത്തും ഭാഗവതമുണ്ട്. പക്ഷെ ഭാഗവതം എഴുതപ്പെടണം. കലിയുഗത്തിൽ ആയുസ് ജനങ്ങൾക്ക് വളരെ കുറവാണ്. അത് വായിച്ച് അത് ഒരു ഗുരുവിൽ നിന്ന് മറ്റൊരു ആളിലേക്ക് അത് കിട്ടി അത് മനസ്സിൽ വെച്ചിരിക്കാനുള്ള കഴിവും നമുക്ക് വളരെ കുറവാണ്. ഇപ്പൊ എത്ര പറഞ്ഞു തന്നാലും നമ്മൾ ബുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അതുപോലെ അപ്പൊ ഇത് എഴുതപ്പെട്ടു. ആര്? വ്യാസദേവൻ വന്നിത് എഴുതപ്പെട്ടു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ആ ധർമ്മച്യുതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ പോകുമ്പോൾ തന്നെ ശ്രീമദ് ഭാഗവതം പുരാണാർക്കോ എന്ന് കേട്ടില്ലേ, പഠിച്ചില്ലേ നമ്മളത്? അപ്പൊ അത് ഇവിടെ വന്ന് ആ അർക്കൻ ഇവിടെ വന്ന് പ്രകാശനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അജ്ഞതയെ ദൂരീകരിക്കുന്നതിനായി ശ്രീമദ് ഭാഗവത രൂപത്തിലുള്ള തേജോമയനായ സൂര്യൻ പ്രകാശം ചൊരിയാനായി നമ്മുടെ കരങ്ങളിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം മാനവ സമൂഹത്തിലുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾക്ക് പ്രധാന കാരണം അജ്ഞതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അധപ്പതനത്തെ അഥവാ ധർമ്മച്യുതിയെ ഇല്ലാതാക്കാനായി ശ്രീമദ് ഭാഗവതത്തിലുള്ള സൂര്യൻ പ്രകാശം ചൊരിയാനായി ഇവിടെ വന്നു. അപ്പൊ അപ്പോഴത്തേക്ക് ആരും വന്നു? കലിയുടെ കാലമായി. ഇവിടെ അതിന്റെ താണ്ഡവം ആടാൻ തുടങ്ങി. ഒന്നും ആയിട്ടില്ല താണ്ഡവം, ഇനി എത്രയോ കാലങ്ങള് 37,500 വർഷങ്ങളോളം കിടന്നാടാനായിട്ട് അല്ലെ. അപ്പൊ അത് ഇവിടെ അതിൽ നിന്ന് നമ്മളെ ഒന്ന് കുറച്ചു തരാനായി, അതിന്റെ ആ ഉഗ്രതയിൽ നിന്ന് നമുക്ക് അല്പം ഒരു ആശ്വാസം തരാനായിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹരേ കൃഷ്ണ.